ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. അഞ്ചാമത് അന്താരാഷ്ട്ര കേരള പഠന കോൺഗ്രസ് ഈ മാസം 22 മുതൽ കണ്ണൂരിൽ നടക്കുകയാണ്. AKG പഠന ഗവേഷണ കേന്ദ്രവും പാട്യം ഗോപാലൻ പഠന ഗവേഷണ കേന്ദ്രം നടത്തുന്ന പരിപാടിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും സഹകരിപ്പിക്കുകയാണ്. വിഷയം അധികാര വികേന്ദ്രീകരണവും തദ്ദേശ ഭരണവും എന്നതാണ്. ഇത് സർക്കാർ പരിപാടിയോ അതോ പാർട്ടി പരിപാടിയോ എന്ന് പ്രതിപക്ഷം ചോദിക്കുമ്പോൾ പാർട്ടി പറയും സർക്കാർ പരിപാടിയെന്ന്. ജില്ലയിലെ എല്ലാ LSG സ്ഥാപനങ്ങളും 50,000 രൂപ വീതം പിരിച്ചു നൽകണം എന്നാണ് ഉത്തരവ്. എന്നാൽ സർക്കാർ പരിപാടിയിൽ പേരിന് പോലും ഒരു CPI പ്രതിനിധിയില്ല. എല്ലാവർക്കും വരാമെന്ന് പറയുമ്പോൾ UDF-നും BJP-ക്കും ക്ഷണമില്ല. CPIM DYFI നേതാക്കൾ പങ്കെടുത്ത മോർണിംഗ് വാക്ക് ഉദ്ഘാടനം ചെയ്തത് ജില്ലാ കളക്ടർ അരുൺ K. വിജയനാണ്. നവീൻ ബാബു വിഷയത്തിൽ ആരോപണ വിധേയനായ കളക്ടർ സർവീസ് ചട്ടം ലംഘിച്ചുവെന്ന് കോൺഗ്രസും BJP-യും പറയുന്നു. പദ്ധതികൾ നടപ്പാക്കുന്നതിൽ സാമ്പത്തിക പ്രതിസന്ധി പറയുമ്പോഴാണ് പാർട്ടി പരിപാടിക്കുള്ള നിർബന്ധിത വിഹിതം. പാർട്ടി പരിപാടിക്ക് സർക്കാർ പണമോ എന്നതാണ് ചോദ്യം. ചർച്ചയിൽ CPIM പ്രതിനിധി M. പ്രകാശൻ, അഡ്വക്കേറ്റ് ഷിബു മീരാൻ മുസ്ലിം ലീഗിൽ നിന്നും, ഷാജി രാഘവൻ BJP-യിൽ നിന്നും. ആദ്യം ശ്രീ ഷാജി രാഘവനിലേക്കാണ്. ശ്രീ ഷാജി രാഘവൻ, ഈ പരിപാടിയെക്കുറിച്ച് കേട്ടിരുന്നോ? സ്മൃതി, കേട്ടിരുന്നു. ഈ പരിപാടി സർക്കാർ പരിപാടിയാണെന്നാണ് പാർട്ടി പരിപാടി എന്താണ് BJP-യുടെ ഒരു മനസ്സിലാക്കൽ എന്താണ്? അല്ല, ഇത് CPM-നെ വളർത്താൻ, കണ്ണൂരിലും കേരളത്തിലും CPM-നെ വളർത്താൻ CPM-ന്റെ ആൾക്കാരുണ്ടാക്കിയ CPM-ന്റെ 2 സംഘടനകൾ, അതിനകത്ത് LDF-ലെ മറ്റ് ഘടകകക്ഷികൾക്ക് പോലും ഒരു റോളും ഇല്ലാത്തൊരു രണ്ട് സംഘടനയാണിത്. ആ സംഘടനയ്ക്ക് വേണ്ടിയിട്ടാണ് പാവപ്പെട്ട നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണം ആ സംഘടനയ്ക്ക് കൊടുത്തുകൊണ്ടാണ് ഈ വലിയ മാമാങ്കം സംഘടിപ്പിക്കാൻ പോകുന്നത്. ഇത് തികച്ചും നമ്മുടെ കേരളത്തെ സംബന്ധിച്ചോളം എപ്പോഴും CPM അധികാരത്തിൽ വരുമ്പം അധികാര ദുർവിനിയോഗം അവരുടെ ഒരു കൂടപ്പറപ്പ് തന്നെയാണ്. ശരിക്കും ഇത് അതിൻ്റെ ഒരു നഗ്നമായ ഉദാഹരണമാണിപ്പം കണ്ണൂർ നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് നടക്കാൻ പോകുന്ന ഈ കോൺഗ്രസ് അല്ലെങ്കിൽ ഈ പഠന കോൺഗ്രസ് എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്കറിയാം, ഇവർ പറഞ്ഞിരിക്കുന്ന മുദ്രാവാക്യം തന്നെ ഡീസെൻട്രലൈസേഷന്, ഈ നമ്മുടെ ലോക്കൽ ബോഡികളിലെ, അതാണല്ലോ അവരുടെ പഠന വിഷയം തന്നെ. ഏറ്റവും പ്രധാനപ്പെട്ട അവർ ഉയർത്തുന്ന സബ്ജക്റ്റ് അതാണ്. ഇപ്പം നിലവിൽ നമ്മുടെ കേരളത്തിലിരിക്കുന്ന ത്രിതല പഞ്ചായത്തുകൾ, ആ പഞ്ചായത്തിൻ്റെ കാലാവധി അതിൻ്റെ ഫാഗ് എൻഡിലാണ്. ഏതാണ്ട് ഒരു 6, 7, 8 മാസം കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അപ്പോൾ ഇവർ ആർക്ക് വേണ്ടിയിട്ടാണ് ഇത് നടത്തുന്നത്? അപ്പം അവർ പറയുന്ന അടിസ്ഥാനപരമായി അവർ പറയുന്ന ഉദ്ദേശ ലക്ഷ്യങ്ങൾ പോലും സാധാരണ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നതല്ല. ഒരു പുതിയ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് ശേഷം നമ്മുടെ നാട്ടിലെ ഏത് NGO-യ്ക്കും ഈ തരത്തിലുള്ള പരിപാടികൾ നടത്താം. വേണേൽ അതിന് മുമ്പ് നടത്തുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഒരു NGO, പ്രത്യേകിച്ച് CPM-നെ വളർത്താൻ വേണ്ടി CPM ഉണ്ടാക്കിയ രണ്ട് സംഘടനകൾ, കണ്ണൂരിൽ പാർട്ടിയെ വളർത്താൻ വേണ്ടി ഉണ്ടാക്കിയ 2 സംഘടനകൾ, കണ്ണൂരിൽ CPM-ന്റെ അക്രമ രാഷ്ട്രീയത്തെ കൃത്യമായി അതിനുവേണ്ടി PR വർക്ക് ചെയ്തുകൊണ്ട് ജനമധ്യത്തിൽ അതിനെ ജനകീയവൽക്കരിക്കുന്നതിനും അതിനെ കൃത്യമായി അവതരിപ്പിക്കുന്നതിനും വേണ്ടിയിട്ട് CPM ഉണ്ടാക്കിയ ഒരു സംഘടനയാണ്. 2 സംഘടനകളാണ്. അല്ലാതെ അവരുടെ ഈ പഠന കോൺഗ്രസിൻ്റെ സബ്ജക്റ്റും അവരതിനെടുത്തിരിക്കുന്ന സമയമൊക്കെ നമുക്ക് നോക്കി അറിയാം. അവരുടെ ഉദ്ദേശ ലക്ഷ്യത്തിന് പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമില്ല. മറിച്ച് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് വലിയ ഫണ്ട് സമാഹരണം സാധിക്കണം. ഇവിടെ പാവപ്പെട്ടവൻ്റെ ടാക്സ്, നികുതി, ആ നികുതി പണം പോലും കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടാണിത്. അല്ലെങ്കിൽ എല്ലാ പഞ്ചായത്തുകളും, അതേ മുനിസിപ്പാലിറ്റി ആയാലും കോർപ്പറേഷൻ ആയാലും, ഇവരൊക്കെ തന്നെ 50,000 രൂപ വെച്ച് ഈ പരിപാടിക്ക് കൊടുക്കണമെന്ന് ഗവൺമെൻറ് ഓർഡർ ഇറക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, കേരളം എവിടെ എത്തി നിൽക്കുന്നു. ഇത്രയും ഇതിനകത്ത് CPI-ക്ക് പോലും ഇതിനോട് ബോധ്യമുണ്ടോ, CPI-ക്ക് ഇതിനോട് യോജിപ്പുണ്ടോ എന്ന് തന്നെ അറിയില്ല. അല്ല, പരിപാടിയുടെ വിഷയം എന്നുള്ളത് അധികാര വികേന്ദ്രീകരണവും തദ്ദേശ ഭരണവും എന്നതാണ് വിഷയം. അതിൽ കേരളത്തിനകത്തും പുറത്തുമുള്ള പ്രഗത്ഭർ പങ്കെടുക്കുന്ന പരിപാടിയാണ്. ഇതാണ് സർക്കാർ പറയുന്ന, അല്ലെങ്കിൽ CPM ഇപ്പോൾ ഇതിൽ വിശദീകരിക്കുന്ന ഒരു കാര്യം. അതെ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ആ വിഷയങ്ങളൊക്കെ നല്ല വിഷയമാണ്. അത് ഗവൺമെൻറ് നടത്തുന്ന ഒരു പ്രോഗ്രാം അല്ലല്ലോ. ഇത് ഗവൺമെൻറ് സ്പോൺസേർഡ് പ്രോഗ്രാമും അല്ലല്ലോ. ഇത് വളരെ കൃത്യമായി CPM സ്പോൺസേർഡ് പ്രോഗ്രാമാണ്. CPM-ന് സംഘടനയെ വളർത്താൻ, പാർട്ടിയെ വളർത്താൻ അവരുണ്ടാക്കിയ ഒരു സംഘടന. അവർ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലേക്ക്, അല്ലെങ്കിൽ ഇനിയിപ്പോൾ നമുക്കറിയാം, ഈ കേരളത്തിൻ്റെ നിയമസഭ, നമ്മുടെ ഈ ഗവൺമെൻറ്റിൻ്റെ കാലാവധി തീരാറായി, അടുത്തു കഴിഞ്ഞിരിക്കുന്നു. പാർട്ടി സഖാക്കന്മാർക്കും പാർട്ടിക്കും പണം ഉണ്ടാക്കാൻ വേണ്ടി നമ്മളിതിനു മുമ്പ് ഈ തരത്തിലുള്ള എത്രയോ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ CPM നഗ്നമായ ഈ നിയമലംഘനം നടത്തുമ്പോൾ ഇവിടെ ഏറ്റവും ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു കാര്യം,
ഈ തരത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഈ തരത്തിലുള്ള രണ്ട് NGO ആണോ അതിൻ്റെ ബയലയെ പറ്റി എനിക്ക് വലിയ ബോധ്യമില്ല. എന്തായാലും അതൊരു ഗവൺമെൻറ് ഓർഗനൈസേഷൻ അല്ല. ഗവൺമെൻറ് ഫണ്ട് ഉപയോഗിച്ച് പരിപാടികൾ സംഘടിപ്പിക്കാൻ സാധിക്കുന്ന ഒരു സംഘടനയല്ല. പ്രത്യേകിച്ച് അവർ ഉന്നയിച്ച വിഷയം, ആ വിഷയം ചർച്ച ചെയ്ത് കേരളത്തിനൊരു പുതിയ ദിശാബോധം കൊടുക്കാൻ അർഹതപ്പെട്ടവരുമല്ല ഈ സംഘടനകൾ. ജില്ലാ പഞ്ചായത്ത് പ്രോഗ്രാം സംഘടിപ്പിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോഴൊരു പ്രശ്നം അതിൽ പറയുന്ന ഒരു കാര്യം AKG പഠന ഗവേഷണ കേന്ദ്രവും പാട്യം ഗോപാലൻ പഠന ഗവേഷണ കേന്ദ്രവും ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് ആണ് ഈ പരിപാടി നടത്തുന്നതെന്നാണ് പഠന കോൺഗ്രസ്. അതെ, അല്ല ഞാൻ ചോദിക്കുന്നത് അതിന് ഗവൺമെൻറ് എങ്ങനെ കൂട്ടി നിൽക്കാൻ പറ്റും? ഗവൺമെൻറ് എങ്ങനെ ഓർഡർ ഇറക്കാൻ പറ്റും? ഞാൻ ചോദിച്ചോട്ടെ, BJPക്ക് ഇവിടെ ധാരാളം NGOs ഉണ്ട്. നാളെ BJP ഈ തരത്തിലുള്ള ഒരു പ്രപ്പോസലുമായി ഗവൺമെൻറ്റിനെ സമീപിച്ചാൽ ഈ തരത്തിൽ ഫണ്ട് അനുവദിക്കുമോ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് 50,000 രൂപ വെച്ച്, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു സംഘടന നാളെ വരുന്നു, എല്ലാവർക്കും ഈ പ്രോഗ്രാം സംഘടിപ്പിക്കാൻ ഒരു സംഘടനകൾക്ക് മാത്രം സാധിക്കുന്നതല്ലല്ലോ. എങ്ങനെ ഗവൺമെൻറ് പാവപ്പെട്ടവൻ്റെ കരം അടച്ച പണമല്ലേ ഇത്? കരമല്ലേ? പഞ്ചായത്തിൻ്റെ തനത് ഫണ്ടിൽ നിന്നും കൊടുക്കണമെന്ന് പറയുമ്പോൾ റോഡ് പണിയാൻ പോലും നമ്മൾ മനസ്സിലാക്കണം, ഈ നടപ്പ് സാമ്പത്തിക വർഷം പോലും നമ്മുടെ കാർഷിക മേഖലയിൽ 50% തുക അനുവദിച്ചത് കഴിഞ്ഞ ബഡ്ജറ്റ്, ഈ ബഡ്ജറ്റിൽ, അതിന് മുമ്പത്തെ ബഡ്ജറ്റിൽ ആ തുക പോലും വെട്ടിക്കുറച്ച ഗവൺമെൻറ്റാണ്. നാട്ടിൽ പഞ്ചായത്തിന് തനത് ഫണ്ട് പാലം പണിയാനും റോഡ് പണിയാനും പണമില്ലാതെ വിഷമിക്കുന്ന ഘട്ടത്തിലാണ്. ഇതിനു മുമ്പും നമ്മൾ കണ്ടിട്ടുണ്ട്. അത് പിന്നെ ഏറ്റവും കുറഞ്ഞത് മുഖ്യമന്ത്രി നയിച്ച ഒരു നവകേരള യാത്രയാണെന്നെങ്കിലും പറയാം. അതിൻ്റെ നമ്മൾ കേരളവും നമ്മളൊക്കെ ധാരാളം ആ വിഷയം ചർച്ച ചെയ്തതാണ്. ഇന്നിപ്പോൾ ഒരു എന്താ പറയുക, അവർ ഉയർത്തിയ മുദ്രാവാക്യം പോലും, അതിനെടുത്ത സമയം പോലും, ഒരു കാലാവധി തീരാൻ പോകുന്ന ത്രിതല പഞ്ചായത്തുകളിൽ അവരുടെ പഞ്ചായത്ത് അവരെയും വിളിച്ച് ഉദ്ബോധിപ്പിക്കുന്ന, അവരെ ബോധവൽക്കരണം നടത്തുന്ന അതിനു വേണ്ടി പഞ്ചായത്തുകൾ നമ്മൾ മനസ്സിലാക്കണം. കണ്ണൂർ ജില്ലയിൽ ഏതാണ്ട് 70 അവർക്ക് പണം കൊടുക്കാൻ, അവർക്ക് പണം ഈ പറഞ്ഞ 2 സംഘടനകൾക്കും കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല സ്മൃതി, ഞാൻ മനസ്സിലാക്കിയത് ഏതാണ്ട് 500 രൂപ വെച്ച് രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട്. അതിനപ്പുറം നമ്മൾ മനസ്സിലാക്കണം, നവകേരള യാത്ര കേരളത്തിൽ നടക്കുന്ന സമയത്ത് ഇതേപോലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും 50,000 രൂപ വെച്ച് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. അതിനും പുറമെ നമുക്കറിയാം സഖാക്കന്മാർ കേരളത്തിൽ നടത്തിയ പിരിവ്. ഈ കഴിഞ്ഞ ഏറ്റവും അവസാനത്തെ നമ്മുടെ കേരളം ചർച്ച ചെയ്തൊരു തട്ടിപ്പുണ്ടായിരുന്നല്ലോ, പാതിവില തട്ടിപ്പ്. ആ തട്ടിപ്പിലെ 1-ാം പ്രതി പോലും പറഞ്ഞു നവകേരള യാത്രയ്ക്ക് ഏതാണ്ട് 10 ലക്ഷത്തോളം രൂപ ഞാൻ കൊടുത്തു എന്ന് പറഞ്ഞു. മുഖ്യമന്ത്രിയോടൊപ്പം ആഹാരം കഴിക്കുന്ന പടമൊക്കെ നമ്മൾ കണ്ടതാണ്. ആ വിഷയം ചർച്ച ചെയ്തപ്പോൾ ഈ ചാനലിൽ ഞാൻ ഉൾപ്പെടെ ചർച്ച ചെയ്യുന്ന സമയത്ത് പോലും സഖാക്കന്മാർ അതിനെപ്പറ്റി പറഞ്ഞത് പാർട്ടിക്ക് അങ്ങനെ ഒരു പിരിവ് നടത്തിയിട്ടില്ല, ഞങ്ങൾ അങ്ങനെ ഒരു പിരിവ് നടത്തിയിട്ടില്ല, ആരോ പിരിവ് മേടിച്ചു എന്നാണ്. ഈ ആരോ പിരിവ് മേടിക്കാനുള്ള സംവിധാനമാണ് ഗവൺമെൻറ്, സഖാക്കന്മാർക്ക് പിരിക്കാനുള്ളൊരു അവസരമാണ് ഇതുണ്ടാക്കി കൊടുക്കുന്നത്. അതല്ലാതെ ഈ നാട്ടിൽ ഏതെങ്കിലും ഒരു പഠന കോൺഗ്രസ് നടത്തിക്കൊണ്ട് ഈ നാട്ടിൽ എന്തെങ്കിലും ഒരു പുതിയ ആശയമോ ഉയർത്തിക്കൊണ്ടുവരാനാണെന്ന് ഞാൻ കരുതുന്നില്ല. അവർ പറയുന്നു മറ്റ് തമിഴ്നാട്ടിൽ നിന്ന് പി ജയരാജൻ പറയുന്നുണ്ടായിരുന്നു, തമിഴ്നാട്ടിൽ നിന്ന് വിദഗ്ധർ വരുന്നുണ്ട്, കർണാടകയിൽ നിന്ന് വരുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കിയത് കണ്ണൂർ ജില്ലയിലെ പോലും കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്ത് ഉൾപ്പെടെ കോൺഗ്രസിൻ്റെയോ BJPയുടെയോ ജനപ്രതിനിധികളെ ഇതിന് ക്ഷണിച്ചതായിട്ട് എൻ്റെ അറിവിലില്ല. ഞാൻ മനസ്സിലാക്കുന്നതാണ്. ശരി, ശ്രീ എം പ്രകാശൻ, സർക്കാർ സ്പോൺസേഡ് പാർട്ടി പരിപാടി എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ആരോപണം. പാർട്ടി നടത്തുന്ന പരിപാടിയിൽ പാർട്ടി അംഗങ്ങളല്ലാതെ അല്ലെങ്കിൽ പാർട്ടി നേതാക്കളല്ലാതെ ഒരുപക്ഷെ പുറത്തും അകത്തുമുള്ള പ്രഗത്ഭരുണ്ടാകാം ഈ വിഷയത്തിൽ. പക്ഷേ കോൺഗ്രസിലെയും BJPയിലെയും എന്തിന് CPIയിലെ അംഗങ്ങൾ പോലും ഈ പരിപാടിക്കില്ല എന്ന് പറയുമ്പോൾ അത് പാർട്ടി പരിപാടിയാണ് എന്ന് പറയുന്നതിന് എന്താണ് മടിക്കുന്നത്? ഇതിൽ റിപ്പോർട്ടർ പോലെയുള്ള ഒരു ചാനൽ ഒരു ദോഷൈക ദൃക്കായി മാറുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായം ഞാൻ ആദ്യമായി രേഖപ്പെടുത്തുകയാണ്. ഇപ്പോൾ AKG പഠന ഗവേഷണ കേന്ദ്രം എന്ന സ്ഥാപനം ഈ കേരളത്തിലാകെ അറിയൽ തന്നെ വികസനവുമായി ബന്ധപ്പെട്ട നമ്മൾ നേരത്തെ കൈകാര്യം ചെയ്ത ജനകീയ ആസൂത്രണം, അതുപോലെ തന്നെ ആസൂത്രണ വികേന്ദ്രീകരണം, ഇങ്ങനെ നാനാതരത്തിൽ കേരളത്തിൽ നടപ്പാക്കപ്പെട്ടിട്ടുള്ള പദ്ധതികൾ അവ ആദ്യം ആരംഭിച്ചത് ഈ അന്താരാഷ്ട്ര കേരള പഠന കോൺഗ്രസിൻ്റെ ഭാഗമായി ഉള്ള ചർച്ചകളെയും നിഗമനങ്ങളെയും അടിസ്ഥാനപ്പെടുത്തിയാണ് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ വിസ്മരിക്കരുത്. ഇപ്പോൾ AKG പഠന ഗവേഷണ കേന്ദ്രം എന്ന് പറയുന്നത് അതിന് ഇപ്പോൾ തിരുവനന്തപുരത്ത് ആണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആസ്ഥാന കേന്ദ്രം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ ആസ്ഥാന കേന്ദ്രത്തിന് സ്ഥലം അനുവദിച്ചത്, തിരുവനന്തപുരം നഗരത്തിന് ഹൃദയഭാഗത്ത് സ്ഥലം അനുവദിച്ചത് AK ആൻ്റണി മുഖ്യമന്ത്രിയായിട്ടുള്ള ഗവൺമെൻറ്റാണ്. കാരണം അത്
ഈ കേരളത്തിൻ്റെ വികസനവും നിരവധി പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവേഷണം സംഘടിപ്പിക്കുന്ന ഒരു വലിയ സ്ഥാപനമാണ്. ആ സ്ഥാപനം കണ്ണൂർ ജില്ലയിലെ പാട്യം ഗോപാലൻ പഠന ഗവേഷണ കേന്ദ്രവും കണ്ണൂർ ജില്ലക്കകത്തുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് കഴിഞ്ഞ 28 വർഷക്കാലമായിട്ട് കേരളത്തിലെ ജനകീയാസൂത്രണ രംഗത്തുണ്ടായിട്ടുള്ള എന്താണ് ഇതിൻ്റെ ഫലം, അതിൻ്റെ ദോഷങ്ങൾ എന്താണ്, എന്തെങ്കിലും പരിഹരിക്കേണ്ട പോരായ്മയുണ്ടോ, ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ കഴിയുക, ഈ കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം അധികാര വികേന്ദ്രീകരണവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും എന്ന വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന ഒരു സെമിനാറാണിത്. അത് നിങ്ങളുടെ ഈ തലക്കെട്ട് കാണുന്ന പോലെ അങ്ങനെ പാർട്ടി പരിപാടിയാവുക? പിന്നെ ആ പരിപാടിക്കകത്ത് പാർട്ടിക്കാർ മാത്രമേ പങ്കെടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ, കണ്ണൂർ കോർപ്പറേഷൻ മേയർ പാർട്ടിക്കാരനാണോ? ലീഗല്ലേ? ഞങ്ങൾ ജയറാൻ അപേക്ഷനെ ക്ഷണിച്ചിട്ടുണ്ട്, അദ്ദേഹം കോൺഗ്രസ് ആണോ? അദ്ദേഹം CPM ആണോ? കണ്ണൂർ ജില്ലക്കകത്തുള്ള നിരവധി പഞ്ചായത്തുകളിൽ പ്രസിഡന്റുമാർ ഇതിൽ ആരെയും പ്രത്യേകം ക്ഷണിക്കുന്നതല്ല, അവരെല്ലാം പരിപാടിക്കകത്ത് പങ്കെടുക്കുന്നതാണ്. നിരവധി പഞ്ചായത്തിലെ അധ്യക്ഷന്മാർ ഈ പരിപാടിക്കകത്ത് പങ്കെടുക്കുന്നുണ്ട്. അല്ല, അവരിൽ നിന്ന് വന്നിരിക്കുന്ന പ്രതികരണം കൊണ്ടാണല്ലോ ഇതൊരു വാർത്തയാകുന്നത്. ശ്രീ എം പ്രകാശൻ ദോഷേകതൃക്കല്ല, അതിൽ പ്രതികരണങ്ങൾ UDFന്റെ ഭാഗത്തു നിന്നും BJPയുടെ ഭാഗത്തും വന്നതുകൊണ്ടാണല്ലോ ഇത് വാർത്തയാകുന്നത്. കോർപ്പറേഷൻ UDF ഭരിക്കുന്നു, താങ്കൾ പറഞ്ഞത് ശരിയാണ്. ജില്ലാ പഞ്ചായത്ത് LDF ഭരിക്കുന്നു, മുനിസിപ്പാലിറ്റിയിൽ LDF 6ഉം UDF 3ഉം, ബ്ലോക്ക് പഞ്ചായത്തിൽ LDF 10ഉം UDF 1ഉം എന്നൊക്കെയാണ് കണക്ക്. പക്ഷേ UDFിലെ അംഗങ്ങൾ അല്ലെങ്കിൽ BJPയിലെ അംഗങ്ങൾ, പ്രതിപക്ഷത്തുള്ള ഒരു നേതാവിൻ്റെ പേരും, എന്തിന് CPIയിലെ ഒരു നേതാവിൻ്റെ പേര് പോലും നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനില്ല. മുഴുവൻ CPIM, DYFI, SFI നേതാക്കൾ മാത്രം പങ്കെടുക്കുന്ന പരിപാടി. ആ പരിപാടിയിൽ സർക്കാർ നിർബന്ധിതമായി തദ്ദേശ സ്ഥാപനങ്ങളോട് പണം തരാൻ ആവശ്യപ്പെടുന്നു എന്നുള്ളിടത്താണ് ഈ പ്രതിപക്ഷ പാർട്ടികൾ എതിർപ്പ് രേഖപ്പെടുത്തുന്നത്. ഈ പരിപാടി ഒരു സമഗ്രമായ പരിപാടി, താങ്കൾ പറഞ്ഞതുപോലെ ഒരു പ്രധാനപ്പെട്ട വിഷയം കൈകാര്യം ചെയ്യുന്നു എന്ന് വരുമ്പോൾ എല്ലാ വിഭാഗത്തിൽ നിന്നും എല്ലാ പാർട്ടികളിൽ നിന്നും പ്രതിനിധികൾ വേണ്ടേ? ക്ഷണിച്ചു എന്ന് പറയുമ്പോൾ അവർ പറയുന്നു ക്ഷണമില്ല എന്ന്. അല്ല, ഇതിൽ ഈ പരിപാടിയുടെ വിശദാംശം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നറിയില്ല. അവർ നേരത്തെ തന്നെ ഈ 2 സംഘടനകളും തദ്ദേശ സ്ഥാപനങ്ങളും ചേർന്നൊരു കമ്മിറ്റി ഉണ്ടാക്കി. അവർ ഈ കേരളത്തിലും അതുപോലെ കേരളത്തിന് പുറത്തുമുള്ള എല്ലാ വിഭാഗം ആളുകൾക്കും പങ്കെടുക്കാൻ പാകത്തിൽ ഓൺലൈനാണ് രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ആരെങ്കിലും ക്ഷണിച്ചിട്ടല്ല. കേരളത്തിലുള്ള എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും പങ്കെടുക്കാൻ കഴിയുന്ന രൂപത്തിൽ ഓപ്പൺ രജിസ്ട്രേഷനാണ്. ഏതെങ്കിലും പാർട്ടിക്കാർക്ക് നിരോധനമോ ഏതെങ്കിലും പാർട്ടിക്കാർക്ക് പ്രത്യേക പരിഗണനയുമില്ല. ആര് പങ്കെടുക്കുന്നെങ്കിലും ഒരേ രജിസ്ട്രേഷൻ ഫീ ആണ്. അപ്പോൾ ഏതെങ്കിലും പാർട്ടിക്കാരെ മാത്രം പങ്കെടുപ്പിച്ചു നടത്തൊരു പരിപാടിയല്ല. മാത്രമല്ല, നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും, ഈ പരിപാടിക്കകത്ത് നേരത്തെ കേരളം ഭരിച്ചിട്ടുള്ള UDF ഉൾപ്പെടെയുള്ള ഗവൺമെൻറ്റുകളിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ മന്ത്രിമാരെയും ക്ഷണിച്ചിട്ടുണ്ട്. അവർ മിക്കവാറും ആളുകൾ ഈ പരിപാടിക്കകത്ത് പങ്കെടുക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യത്ത് അറിയപ്പെടുന്ന ധാരാളം അക്കാഡമിഷ്യന്മാർ, കേരളത്തിലുള്ള ധാരാളം അക്കാഡമിഷ്യന്മാർ, അവരെല്ലാം ഈ പരിപാടിക്കകത്ത് പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കേവലം CPM പരിപാടിയാണ് എന്നുള്ളത് ഞാനിവിടെ പറഞ്ഞത് ഈ പറയുന്ന UDFകാർ പറയുന്ന ആ UDFകാരെ സംബന്ധിച്ച് കഴിഞ്ഞ 8 കൊല്ലക്കാലമുള്ള നില എന്താ? LDFന്റെ ഗവൺമെന്റ് ആണോ ചെയ്യുന്നത്? അത് തെറ്റാണ്, അത് നടക്കാൻ പാടില്ല. അല്ല, പരിപാടി നടക്കട്ടെ. എന്തിനാണ് ഈ പണം പിരിവ്? എന്താണ് തദ്ദേശ സ്ഥാപനങ്ങൾ ഈ 50,000 വീതം പിരിച്ചു നൽകണം എന്ന് പറയുന്നിടത്താണ് അവരുടെ എതിർപ്പ് വരുന്നത്. അതിൽ ഈ അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്, അവിടുത്തെ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പറഞ്ഞ കാര്യം, AKG പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെയും പാട്യം ഗോപാലൻ പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെയും ആഭിമുഖ്യത്തിൽ നടക്കുന്ന പരിപാടി, അതിൻ്റെ പ്രചാരണത്തിൻ്റെ ഭാഗമായുള്ള മോർണിംഗ് വാക്ക് എന്ന പരിപാടി കണ്ണൂർ കാൽടെക്സിൽ ഫ്ലാഗ് ഓഫ് ചെയ്തത് കണ്ണൂർ ജില്ലാ കളക്ടർ അരുൺ K. വിജയനാണ്. അദ്ദേഹം സർവീസ് ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. PP ദിവ്യയുമായി ബന്ധപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയനായ ജില്ലാ കളക്ടർ CPMനോട് വിധേയത്വം കാണിക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസിന്റെ പരാതി. ഈ തങ്ങൾക്ക് അനുകൂലമാണെങ്കിൽ എല്ലാം ശരിയാണ്, തങ്ങൾക്കെതിരാണെങ്കിൽ എല്ലാം തെറ്റാണെന്നുള്ളത് UDFൻ്റെയും കോൺഗ്രസിൻ്റെയും BJPയുടെയും കഴിഞ്ഞ കുറച്ചു കാലത്തെ സമവാക്യമാണ്. ഈ കഴിഞ്ഞ 8 കൊല്ലക്കാലം കേരളത്തിൽ ഏതെങ്കിലും ഒരു നല്ല പരിപാടിക്ക് ഐക്യജനാധിപത്യ മുന്നണിയോ കോൺഗ്രസോ ഏതെങ്കിലും നിലക്ക് പുനഃപ്രഖ്യാപിച്ച ഒരൊറ്റ പരിപാടിയുടെ പേര് നിങ്ങൾ പറയൂ. അല്ല, ഈ പരിപാടിയിൽ സഹകരിച്ച കോൺഗ്രസ് നേതാക്കളുടെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ കണ്ടറിഞ്ഞ് വന്നു നടത്തുന്നു എന്നാണോ ഇതിനെ പറയേണ്ടത്? എല്ലാവരും കൂടി ചേർന്ന പരിപാടിയാണെന്ന് ബോധ്യപ്പെടുത്താൻ കഴിയണ്ടേ ശ്രീ എം പ്രകാശൻ? ഇത് നോക്കൂ, ഈ പരിപാടിയുടെ സംഘാടക സമിതി ഓഫീസ് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ ഉദ്ഘാടനം ചെയ്യുന്നു. ജില്ലാ സെക്രട്ടറി MV ജയരാജൻ, സംസ്ഥാന കമ്മിറ്റി അംഗം TV രാജേഷ്, താങ്കൾ പങ്കെടുത്തു, താങ്കളുടെ പേരുണ്ട്, P ഹരീന്ദ്രൻ, P പുരുഷോത്തമൻ, PK ശ്യാമള, KP സുധാകരൻ, KC ഹരീഷ്ണൻ, C കൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KK രത്നകുമാരി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഒഴിച്ച് ബാക്കിയെല്ലാം പാർട്ടി നേതാക്കളാണ്. അതെന്ത് പരിപാടിയാണ്? പാർട്ടി പരിപാടിയാണ്. സമ്മതിച്ചാൽ പോരെ? പറഞ്ഞത് ഈ കാര്യങ്ങളെ അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ചില കാര്യങ്ങൾ സ്ഥാപിക്കണമെന്നുണ്ട്. ഞാനിവിടെ
ഞാൻ പറഞ്ഞല്ലോ, ജയറാം രമേശ് ഞങ്ങൾ ഈ പരിപാടിക്കകത്ത് ക്ഷണിച്ചിട്ടുണ്ട്. അതുപോലെ കണ്ണൂരിലെ മേയർ ഈ പരിപാടിക്കകത്ത് പങ്കെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. CPIയുടെ MP സന്തോഷ് ഈ പരിപാടിക്കകത്ത് പങ്കെടുക്കുന്നുണ്ട്. സജി ജോസഫ് MLA ഞങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നുണ്ട്. എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരും ഇതിൽ കോൺഗ്രസിൻ്റെതെന്നോ ലീഗിൻ്റെന്നോ CPMൻ്റെതെന്നോ വ്യത്യാസമില്ലാതെ ഈ പരിപാടിക്കകത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കമ്മിറ്റി കമ്മിറ്റി ആരാണ് ഉണ്ടാക്കിയത്? ആരൊക്കെ ചേർന്നാണ് കമ്മിറ്റി ഉണ്ടാക്കിയത്? കമ്മിറ്റി ഉണ്ടാക്കി ഈ രണ്ട് സംഘടനകളും ചേർന്ന് ക്ഷണിച്ചതാണ്. AKG പഠന ഗവേഷണ കേന്ദ്രവും ഞാൻ പറയട്ടെ, രണ്ടല്ല കേരള പഞ്ചായത്ത് അസോസിയേഷനും അതുപോലെ കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ, ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷൻ, മുനിസിപ്പാലിറ്റികളുടെ ചേംബേഴ്സ് ഇതെല്ലാം ചേർന്നാണല്ലോ സ്വാഗതസംഘം വിളിച്ചു ചേർത്തത്. അപ്പോൾ അതെങ്ങനെയായി പറയുന്ന പോലെ ഒരു പാർട്ടി CPMൻ്റെ ആരുമില്ല. പിന്നെ ഇപ്പം ഞാൻ MLA ആളാണ്, പക്ഷെ ഞാൻ CPMന്റെ ആളുകളല്ല എന്നാണ് പറയുന്നത്. AKG പഠന ഗവേഷണ കേന്ദ്രത്തിലും പാട്യം ഗോപാലൻ പഠന ഗവേഷണ കേന്ദ്രത്തിലും CPM ബന്ധമില്ലാത്തവരാണോ? CPM ബന്ധമുള്ളവർ തന്നെയാണല്ലോ ഉള്ളത്. അതിൽ തെറ്റില്ല. ഞാൻ ചോദിക്കുന്നത് ബാക്കിയുള്ളവരും ഇല്ലല്ലോ എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾ പറയുന്നത് എന്താ? ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇവിടെ AKG പഠന ഗവേഷണ കേന്ദ്രവും പാട്യം ഗോപാലൻ പഠന ഗവേഷണ കേന്ദ്രവും പാർട്ടിയുടെ മാത്രം സ്ഥാപനങ്ങളാണ് നിങ്ങൾ പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് ഞാൻ ചോദിച്ചത്? ഞാൻ പറഞ്ഞത് AKG പഠന ഗവേഷണ കേന്ദ്രം സ്വതന്ത്രമായി രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു സംവിധാനമാണ്. പാട്യം ഗവേഷണ കേന്ദ്രം അതെ. ഞാനൊരു കാര്യം പറഞ്ഞത്, അതിനാവശ്യമായിട്ടുള്ള സ്ഥലം സൗജന്യമായി കൊടുത്തത് അതൊക്കെ ഓരോ സർക്കാർ കാലത്ത് ചെയ്യുന്ന മര്യാദയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് സമ്മതിച്ചു. ഒരു ഗവേഷണ കേന്ദ്രം തുടങ്ങുന്നതിലൊന്നും തെറ്റില്ലെന്ന് ഞാൻ ചോദിക്കുന്ന ഈ പരിപാടി ഇതൊരു പാർട്ടി പരിപാടിയല്ല എന്ന് തെളിയിക്കുന്ന എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നോട്ട് വെക്കാൻ കഴിയും ശ്രീ M പ്രകാശൻ? അങ്ങനെയല്ല, ഇതൊരു പാർട്ടി പരിപാടിയാണ്. അതിൽ സർക്കാർ നിർബന്ധിതമായി തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് പണം പിരിക്കുന്നു എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. അതിനൊരു മറുപടി ഉണ്ടോ? ഞാൻ പറയാം, എനിക്ക് സമയം തന്നാൽ മതി. ഇന്ത്യയിലുള്ള തദ്ദേശ സ്വയംഭരണ രംഗത്തെ പ്രധാന നേതാക്കന്മാരെ എല്ലാം ഞങ്ങൾ ക്ഷണിക്കുന്നുണ്ട്. ഇതര സംസ്ഥാനങ്ങളിലുള്ള തദ്ദേശ മന്ത്രിമാർ അവരെല്ലാം ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട്. അവർ കുറേ ആളുകൾ ഈ പരിപാടിക്കകത്ത് പങ്കെടുക്കും. കേരളത്തിലെ മുൻ തദ്ദേശ മന്ത്രിമാർ എല്ലാം UDF ആവട്ടെ LDF ആവട്ടെ ഈ പരിപാടിക്കകത്ത് പങ്കെടുക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ ഈ ആസൂത്രണ രംഗത്തെ വിദഗ്ധമാരായിട്ട് ആളുകൾ ഈ പരിപാടിക്കകത്ത് ക്ഷണിച്ചിട്ടില്ല എന്ന് ശ്രീ M പ്രകാശൻ. താങ്കൾക്ക് മറ്റ് സംസ്ഥാനങ്ങളിലെ നേതാക്കളെ ചൂണ്ടിക്കാണിക്കാൻ പറ്റും. അത് നല്ല എളുപ്പമുള്ള കാര്യമാണ്, അത് ചെയ്യാവുന്ന കാര്യവുമാണ്. നിങ്ങൾക്ക് ജില്ലയിലെ കോൺഗ്രസ് നേതാക്കളെ ക്ഷണിക്കാൻ പറ്റുമോ? കോൺഗ്രസ് നേതാക്കളെ ക്ഷണിച്ചിട്ടില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുകയാണല്ലോ. ഞങ്ങളെ ക്ഷണിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ക്ഷണിച്ചവരുടെ പേര് ഞാൻ പറഞ്ഞല്ലോ. സജി ജോസഫ് MLA ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട്. CPIയുടെ സന്തോഷ് MP ഈ പരിപാടിക്കകത്ത് പങ്കെടുക്കും. നിങ്ങളുടെ UDFന്റെ മേയർ മുസ്ലിം അദ്ദേഹം ഈ പരിപാടിക്കകത്ത് പങ്കെടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ പങ്കെടുക്കുന്നില്ല എന്ന് പറയുന്നത് അടിസ്ഥാനത്തിലാണ് പിന്നെ നിങ്ങൾ പറയുന്നത് കേട്ടാൽ തോന്നുക കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇത്തരം ഒരു സ്വതന്ത്ര സ്ഥാപനത്തിന് സഹായം നൽകുന്നല്ലേ. ഞാൻ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് പുറപ്പെടുവിച്ച തദ്ദേശ വകുപ്പിന്റെ ഒരു ഉത്തരവ് വായിക്കാം. ആ ഉത്തരവിന്റെ അവസാന ഭാഗം മാത്രമേ ഞാൻ വായിക്കുന്നുള്ളൂ. ഇവിടെ കോഴിക്കോട് CH മുഹമ്മദ് കോയ ചെയർ ഫോർ സ്റ്റഡീസ് ഓൺ ഡെവലപ്പിംഗ് സൊസൈറ്റീസ് എന്ന സ്ഥാപനത്തിന് ഗവേഷണത്തിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനുമായി സംസ്ഥാനത്താകെയുള്ള ജില്ലാ പഞ്ചായത്തുകൾ, ബ്ലോക്ക് പഞ്ചായത്തുകൾ എന്നിവർ പരമാവധി 50,000 രൂപയും ഗ്രാമപഞ്ചായത്തുകൾ പരമാവധി 25,000 രൂപയും അവരവരുടെ കമ്മിറ്റി തീരുമാനത്തിന് വിധേയമായി തനത് ജനറൽ സർപ്ലസ് ഫണ്ടിൽ നിന്ന് ധനസഹായം നൽകുന്നതിന് യഥേഷ്ടാനുമതി നൽകി ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. തദ്ദേശ ഭരണ വകുപ്പിന്റെ 18/2/2016 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ സമയത്ത് നമ്പർ 660/2016 തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഉത്തരവാണ്. ഒപ്പിട്ടിരിക്കുന്ന P. റംലത്ത് ഡെപ്യൂട്ടി സെക്രട്ടറിയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇതേതാ സ്ഥാപനം? ഈ മുഹമ്മദ് കോയ ചെയർ ഫോർ സ്റ്റഡീസ് ഓൺ ഡെവലപ്പിംഗ് സൊസൈറ്റീസ് എന്ന് പറയുന്നത് ലീഗ് മാത്രമുള്ള സ്ഥാപനമല്ലേ? വേറെ ആരെങ്കിലും രംഗത്ത് നിങ്ങൾക്ക് പറയാൻ കഴിയും? അവർക്ക് സംസ്ഥാനത്താകെയുള്ള പഞ്ചായത്തിനാണ്. മാത്രമല്ല തനത് ഫണ്ട് മാത്രമല്ല, തനത് ഫണ്ടിൽ നിന്നും ജനറൽ പർപ്പസ് ഫണ്ടിൽ നിന്നും മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് അനുവദിച്ച ഫണ്ടിൽ നിന്നും ഉൾപ്പെടെ സഹായം കൊടുക്കാം എന്ന് ഉത്തരവ് പുറപ്പെടുവിച്ചത് ഉമ്മൻചാണ്ടി ഗവൺമെന്റാണ്. ഇവിടെ ഇപ്പോഴത്തെ ഉത്തരവുകൾ വായിച്ചിട്ടുണ്ടോ? കണ്ണൂർ ജില്ലക്കകത്തുള്ള തദ്ദേശ സ്ഥാപനങ്ങൾ ഒരു പഠന ഗവേഷണ കേന്ദ്രത്തിന് സഹായം നൽകുക, അതിൽ രാഷ്ട്രീയ പാർട്ടി നോക്കാതെ ആ പഠനം നടത്തുന്ന പഠനത്തിനനുസരിച്ച് ഇപ്പോൾ അത് ഈ പറയുന്ന പോലെ AKG പഠന ഗവേഷണ കേന്ദ്രത്തിനാണെങ്കിലും താങ്കൾ അതേപോലെ സ്ഥലം കൊടുത്തതും അതിലൊന്നും തെറ്റില്ലെന്നേ. ഞാൻ ചോദിക്കുന്നത് ഈ പരിപാടി നടത്തുന്നതിനെ കുറിച്ചാണ്. ഒരു സെമിനാർ സംഘടിപ്പിക്കുമ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും പണം പിരിക്കുന്നത് എത്രത്തോളം ശരിയാണ്? ആ പരിപാടി പൂർണ്ണമായും CPM നേതൃത്വത്തിൽ CPM അംഗങ്ങളും CPM നേതാക്കളും പങ്കെടുക്കുന്ന പരിപാടിയാകുമ്പോൾ
പറയുമ്പോൾ അത് ശരിയല്ല എന്ന് പ്രതിപക്ഷ പാർട്ടികൾ പറയുമ്പോൾ അതിന് മറുപടിയുണ്ടോ എന്നുള്ളതാണ്. തദ്ദേശ സ്ഥാപനങ്ങൾ പല പരിപാടികൾക്കായി അല്ലെങ്കിൽ ഗവേഷണങ്ങൾക്കായി പണം നൽകുന്നതും തെറ്റാണെന്നതും നമ്മൾ സ്ഥാപിക്കാനേ ശ്രമിക്കുന്നില്ല. ഒരു സെമിനാർ സംഘടിപ്പിക്കാൻ എങ്ങനെയാണ് തദ്ദേശ സ്ഥാപനങ്ങൾ നിർബന്ധിതമായി 50,000 രൂപ വീതം കൊടുക്കുക എന്നുള്ളതാണ് ചോദ്യം. കേരളത്തിൽ 5ാമത്തെ സെമിനാറാണ്, 1ാമത്തെ ഒന്നുമല്ല. അപ്പൊ അതാണ് എനിക്ക് അറിയേണ്ടത്. ഈ 5 സെമിനാർ ഇങ്ങനെ തന്നെയായിരുന്നു എന്ന് പറയുന്നത് 4 തവണ. ഈ 4 സെമിനാറും സർക്കാർ തന്നെയാണോ? സെമിനാറില്ലാതെ ആണോ? സർക്കാർ സഹായം ഉണ്ടായിട്ടുണ്ട്, എല്ലാ സംസ്ഥാന സർക്കാർ സഹായം ഉണ്ടായിട്ടുണ്ട്, UDF ഭരിക്കുന്ന കാലത്ത് ഉണ്ടായിട്ടുണ്ട്. പിന്നെന്താ, EMSന്റെ കാലത്ത് ആരംഭിച്ചതാണല്ലോ ഇത്. ഞാനതാണ് പറഞ്ഞത്, കേരളത്തിലെ വികസന രംഗത്ത് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ജനകീയ ആസൂത്രണം, അതുപോലെ തന്നെ ആസൂത്രണ വികേന്ദ്രീകരണം, അതുപോലെ കുടുംബശ്രീ പരിപാടി ഉൾപ്പെടെയുള്ള പരിപാടികൾക്കെല്ലാം രൂപം കൊടുത്തത് ഈ കോൺഗ്രസ് ആണ്. നിങ്ങൾ പരിശോധിച്ചാൽ കാണാം, ഈ കോൺഗ്രസിനകത്ത് ചർച്ച ചെയ്യപ്പെട്ട ഇതിനെല്ലാം ഈ രേഖകൾ പൂർണ്ണമായിട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ 56 സെമിനാറുകൾ നടക്കുകയാണ് ഒരു വിഷയത്തെക്കുറിച്ചല്ല. 56 വിഷയങ്ങളെ സംബന്ധിച്ച് 1200 പേര്, ഏതാണ്ട് ഇപ്പൊ 900 പേര് രജിസ്റ്റർ ചെയ്തല്ലോ. മനസ്സിലായിരുന്നല്ല, 1200 ആളുകൾ പങ്കെടുക്കുന്ന 3 ദിവസക്കാലം നീണ്ടുനിൽക്കുന്ന സെമിനാർ പ്രമുഖരെ പങ്കെടുപ്പിക്കാൻ പറ്റുന്ന അല്ലല്ല. പഠന കോൺഗ്രസുകൾ ഇതിനു മുമ്പും കണ്ണൂരിൽ നടത്തിയിട്ടുണ്ട്. ശരിയാണ് താങ്കൾ പറഞ്ഞത്. ഒരു പരിപാടിയിൽ മുൻപ് ഞാനും പങ്കെടുത്തിട്ടുണ്ട്. ഒരു പരിപാടിയിൽ, ഒരു മാധ്യമ സെമിനാറിന്റെ പരിപാടിയിൽ ഞാനും പങ്കെടുത്തിട്ടുണ്ട്. അതല്ല ചോദിക്കുന്നത്, തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും പൈസ അങ്ങനെ പിരിക്കുന്നതിൽ തെറ്റില്ല എന്ന് കരുതുകയാണെങ്കിൽ നമുക്ക് നോക്കാം. ലീഗിനെ പറ്റി താങ്കൾ പറഞ്ഞല്ലോ, ഇപ്പോൾ ലീഗ് പ്രതിനിധി കൂടിയുണ്ട്, അഡ്വക്കേറ്റ് ഷിബു മീരാൻ. ഇപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങൾ പണം പിരിച്ചു നൽകുന്നതിൽ തെറ്റില്ല. കാരണം ഇതിന്റെ വിഷയം തന്നെ അധികാര വികേന്ദ്രീകരണവും തദ്ദേശ ഭരണവും എന്നുള്ള പ്രധാനപ്പെട്ട വിഷയത്തെ സംബന്ധിച്ച സെമിനാറാണ്. അതിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ക്ഷണിച്ചിട്ടുണ്ട്, കോൺഗ്രസിന്റെ MLAയും ക്ഷണിച്ചിട്ടുണ്ട്. പ്രതിപക്ഷം പറയുന്നു ക്ഷണിച്ചിട്ടില്ല എന്ന്. അത് പക്ഷേ തെറ്റാണെന്ന് ശ്രീ M പ്രകാശൻ വളരെ കൃത്യമായി തന്നെ പറയുകയാണ്, ക്ഷണിച്ചിട്ടുണ്ട് എന്ന്. മാത്രമല്ല, കേരളത്തിന് പുറത്തുള്ള പ്രഗത്ഭരെ അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പഠനം ലക്ഷ്യമാക്കിയിട്ടുള്ള സെമിനാറാണ്. അതിൽ തദ്ദേശ സ്ഥാപനങ്ങൾ പണം തരുന്നതിൽ തെറ്റുണ്ടോ എന്നാണ് ചോദ്യം. അങ്ങനെയെങ്കിൽ UDFന്റെ കാലത്തും ഇതൊക്കെ നടന്നിട്ടുണ്ട് എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. സ്മൃതി, ഇത്തരത്തിലുള്ള സെമിനാറുകൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സംഘടിപ്പിക്കാറുണ്ട്. അതിലേക്ക് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളെ ക്ഷണിക്കാറുണ്ട്, നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. ഇതൊന്നും ഒരു പുതിയ കാര്യമില്ല, അതിലൊന്നും ഒരു തകരാറുമില്ല. CPM അതിലൊക്കെ പല ഇനീഷ്യേറ്റീവ് എടുക്കാറുണ്ട്, നല്ലത്. സ്മൃതി, ഇവിടുത്തെ ഒരു ബേസിക് മൊറാലിറ്റിയുടെ വിഷയമുണ്ട്. ഇപ്പോൾ ഈ AKG പഠന ഗവേഷണ കേന്ദ്രം, അതേപോലെ തന്നെ പാട്യം ഗോപാലൻ പഠനം, ഇത് CPM നിയന്ത്രിക്കുന്ന സ്ഥാപനങ്ങളാണല്ലോ, അതിലാർക്കും തർക്കമില്ലല്ലോ. CPM അതിൽ കോൺഗ്രസ്സുകാരെ ക്ഷണിച്ചിട്ടുണ്ടാവാം, മുസ്ലിം ലീഗുകാരെ ക്ഷണിച്ചിട്ടുണ്ടാവാം, അവർ പോകുന്നുണ്ടാവാം. എൻ്റെ ചോദ്യം, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ട്, അതെന്താ ഫണ്ട്? ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ, പഞ്ചായത്തിൽ താമസിക്കുന്ന ആളുകൾ കൊടുക്കുന്ന ചെറിയ ചെറിയ നികുതികൾ, ലൈസൻസ് ഫീസ്, രജിസ്ട്രേഷൻ ഫീസ്, ഇതൊക്കെയാണല്ലോ. അത് പൊതുഖജനാവിലെ പണമാണല്ലോ. അതൊരു രാഷ്ട്രീയ പാർട്ടിക്ക് അവരുടെ പാർട്ടി പരിപാടിക്ക് വേണ്ടി എടുത്ത് ദീപാവലി കളിക്കാൻ അവകാശമുണ്ടോ ഇല്ലയോ? ഇതിനകത്ത് മൗലികമായ പ്രശ്നം ഇതാണ്. അതില്ല എന്നാണെങ്കിൽ CPM ഇപ്പോൾ ഈ ചെയ്യുന്നത്, ഇപ്പോഴത്തെ നമ്മളെന്താ പറയുക, ഒരു ഭരണകൂടത്തിൽ നിന്ന്, ഗവൺമെന്റിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന മിനിമം മൊറാലിറ്റിക്ക് വിരുദ്ധമാണ്. അവിടെ നടക്കുന്ന പേരിലുള്ള പഠന ഗവേഷണ കേന്ദ്രത്തിന് UDF കാലത്ത്, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് തദ്ദേശ സ്ഥാപനങ്ങൾ ഫണ്ട് നൽകിയിട്ടുണ്ട് എന്ന്. ഈ CH ചെയർ പ്രവർത്തിക്കുന്ന ലീഗ് ഓഫീസിന്റെ തട്ടുംപുറത്തിന്റെ താഴെയൊന്നുമല്ല, കോഴിക്കോട് സർവകലാശാലയുടെ ഉള്ളിലാണ്. കോഴിക്കോട് സർവകലാശാല ക്യാമ്പസിനകത്താണ് ആ സ്ഥാപനം. ഇത് ഇവർ പാർട്ടി പരിപാടിക്ക് അതുകൂടി താരതമ്യം ചെയ്താൽ ശരിയാവുമോ? ഈ ബേസിക് മൊറാലിറ്റിയുടെ വിഷയത്തിൽ ഇവർ പണ്ടെങ്ങോ UDF കൊടുത്തതിന് CH ചെയർ എന്ന് വെച്ചാൽ കോഴിക്കോട് സർവകലാശാലയുടെ ക്യാമ്പസിനകത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണത്. അത് ആദ്യം മനസ്സിലാക്കണം. ഇവരിങ്ങനെ സമീകരിച്ച് പോകുമ്പോൾ അതിനകത്ത് അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം നമ്മൾ കാണണ്ടേ? അത് അവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ സ്മൃതി, ഇപ്പോൾ ഇവർ ഈ തദ്ദേശ സ്വയംഭരണ തനത് ഫണ്ട് എന്നൊക്കെ പറഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അക്ഷരാർത്ഥത്തിൽ ചെറിയ ചെറിയ പൈസകൾ സ്വരുക്കൂട്ടുന്ന ഒരു നികുതിയാണ്. വേണമെങ്കിൽ ഇവർ ഈ പദ്ധതി വിഹിതമൊക്കെ വെട്ടിക്കുറയ്ക്കുന്ന ഈ കാലത്ത് വേണമെങ്കിൽ ആലങ്കാരികമായി അതിന് നമുക്ക് പിച്ചച്ചട്ടി എന്ന് പറയാം. ഇത്തരം ഉദാഹരണങ്ങൾ കൊണ്ടൊന്നും കാര്യമില്ല. ഇതെന്താ പ്രശ്നം എന്നറിയോ? ഇവരുടെ പാർട്ടി ഓഫീസിന്റെ മൂലക്ക് പൊടി പിടിച്ചൊരു സാധനം കിടപ്പുണ്ട്, ഒരു പഴയ ചുമന്ന ബക്കറ്റ്. അതും കുലുക്കി
പഴയതുപോലെ പിരിക്കാൻ ആളില്ലാതെ വരുമ്പോൾ ഈ പാർട്ടി പരിപാടികൾ നടത്താൻ ഇവർക്ക് ധൂർത്ത് കാണിക്കാൻ, ധാരാളിത്തം കാണിക്കാൻ, തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലേക്കുള്ള പൊളിറ്റിക്കൽ ക്യാമ്പയിൻ നടത്താൻ ഈ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുന്ന ഏർപ്പാട് ആദ്യം അവസാനിപ്പിക്കണം. ആ ഉത്തരവ് പിൻവലിക്കണം. കേരളം ഇന്ന് നേരിടുന്ന യാഥാർത്ഥ്യത്തിൽ ഇവിടെ എല്ലാ നിലക്കും പ്രയാസപ്പെടുന്ന ജനങ്ങളുടെ കയ്യിലേക്ക് നേരിട്ട് ആനുകൂല്യങ്ങളായി വരേണ്ട, ഏറ്റവും അടിത്തട്ടിലെ ജനാധിപത്യ വ്യവസ്ഥയ്ക്കകത്ത് ജനങ്ങളോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു സംവിധാനത്തിന്റെ പണം ഇങ്ങനെ പിടുങ്ങാൻ ഇവർക്ക് ഉളുപ്പുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, നവകേരള സദസ്സിന് പിരിച്ചല്ലോ സ്മൃതി 1 ലക്ഷം രൂപ വീതം മുനിസിപ്പാലിറ്റികൾ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 50,000 വീതം പഞ്ചായത്തുകൾ. അത് സർക്കാർ പരിപാടിയാണെന്നാണല്ലോ ഇവർ പറയുന്നത്. എന്ത് സർക്കാർ അജണ്ടയാ പരിപാടിയിലൂടെ നടന്നത്? സ്മൃതി ഒന്ന് ചോദിക്കുക, പ്രകാശ് മാഷോട് വിശദീകരിക്കാൻ. ലക്ഷക്കണക്കിന് മനുഷ്യർ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ കയ്യിലാണ് അല്ലെങ്കിൽ മന്ത്രിയുടെ കയ്യിലാണെന്ന് പറഞ്ഞ് പരാതി കൊടുത്തല്ലോ. അതിൽ എത്ര ശതമാനം തീർപ്പാക്കി? ഇനി തീർപ്പാക്കി എന്ന് വയ്ക്ക്. ആ പരിപാടികൾ നടത്താൻ ഇവർ 140 മണ്ഡലത്തിലും ബസ് വിളിച്ച് സർക്കിട്ട് എടുത്തേണ്ട കാര്യമുണ്ടോ? ആ പണിയൊക്കെ എടുക്കാനല്ലോ ഇവിടുത്തെ സർക്കാർ. അപ്പോൾ കഴിഞ്ഞ വർഷം ഒരു കാരണം പറഞ്ഞ് സർക്കാർ പേരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇവർ വലിയൊരു പരിപാടി നടത്തി. ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ 42 ലക്ഷം രൂപ ഈ രൂപത്തിൽ 37 ലക്ഷം പഞ്ചായത്തിൽ നിന്ന് 5 ലക്ഷം രജിസ്ട്രേഷൻ ഫീസ്. ഞാൻ അന്വേഷിച്ച് അറിഞ്ഞത് ശരിയാണെങ്കിൽ സ്പോൺസർഷിപ്പിന് വലിയൊരു ഹണ്ടിങ് നടക്കുന്നുണ്ട്, വലിയ പിരിവ് നടക്കുന്നുണ്ട്. ഒരു 1.5 കോടി റുപ്യ ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കാൻ പോവുക. അപ്പൊ ഈ ഏർപ്പാട് ഇതൊരു മൊറാലിറ്റിക്ക് നിരക്കുന്നതല്ല. ഈ പാവപ്പെട്ട ജനങ്ങളുടെ പൈസ ഇങ്ങനെ തട്ടിയെടുക്കുന്നത്, പാർട്ടി പരിപാടി നടത്താൻ, കൊടി കെട്ടാനും ഫ്ലക്സ് കെട്ടാനും തട്ടിയെടുക്കുന്നത് ശരിയല്ല. കേളുവേട്ടൻ പഠന സാംസ്കാരിക കേന്ദ്രമുണ്ട് കോഴിക്കോട്ട്. 14 ജില്ലയിലും CPM-ന് ഇത് കാണും. ഈ 14 ജില്ലകളിൽ ഈ പരിപാടികൾ നടത്താൻ ഈ തനത് ഫണ്ട് എടുത്തു കൊടുക്കാമെന്ന് തീരുമാനിച്ചാൽ ഇത് എവിടെ ചെന്നിട്ട് അവസാനിക്കുക സ്മൃതി? ആരെങ്കിലും ഇവരെ നിയന്ത്രിക്കാൻ വേണ്ടേ? ആരെങ്കിലും വിമർശിക്കാൻ വേണ്ടേ? ഇവർക്ക് സ്വയം ഒരു ഉളുപ്പ് തോന്നണ്ടേ? പാവപ്പെട്ട മനുഷ്യന്മാരുടെ പൈസ ഇത് ഞങ്ങളുടെ പാർട്ടി കാര്യത്തിന് ഞങ്ങളെടുത്ത് ചെലവാക്കിക്കൂടാ. ഒന്നുകിൽ ഞങ്ങൾ പണം പിരിക്കണം, അതല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരോട് വാങ്ങണം. ഇത് ബോധ്യം വേണ്ട. ഒരു വട്ടം കൂടി പറയുന്നു, ആദ്യം പറഞ്ഞ CH ചെയർ കോഴിക്കോട് സർവകലാശാല ക്യാമ്പസിനകത്താണ്. അതൊരു പൊതുസ്ഥാപനമാണ്. ഞങ്ങൾ സ്വകാര്യമായി നടത്തുന്നത് CH സെന്ററുകളാണ്. അത് മെഡിക്കൽ കോളേജുകളുടെ, ഗവൺമെന്റ് ആശുപത്രികളുടെ അടുത്ത് പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്ന, മരുന്ന് കൊടുക്കുന്ന മാതൃകാ സ്ഥാപനമാണ്. അതിനടക്കം ഞങ്ങൾ പൊതുഫണ്ടും കക്കാറില്ല, ഈ പിരിവിനും ഇറങ്ങാറില്ല. ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർ, ഞങ്ങളുടെ അനുഭാവികൾ, അവർ കൊടുക്കുന്ന പൈസ കൊണ്ടാണ് ലീഗ് ഈ പ്രവർത്തനങ്ങൾ നടത്തി പോകുന്നത്. അതുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ അജണ്ട ദയവ് ചെയ്ത് പ്രകാശൻ മാഷ പോലെ ഒരാൾ മുന്നോട്ട് വെക്കരുത്. അടിസ്ഥാനപരമായി ജനാധിപത്യത്തിലെ പ്രാഥമികമായ ഒരു മര്യാദ ഉണ്ട്. ജനങ്ങളുടെ നികുതി പണം ജനങ്ങൾക്ക് വേണ്ടി ചെലവാക്കണം. അത് രാഷ്ട്രീയ പാർട്ടികൾക്ക്, കോൺഗ്രസ് ആയാലും ലീഗ് ആയാലും നിങ്ങളായാലും കൈയിട്ട് വരാൻ അവകാശം. ഒറ്റ ഒരു കാര്യം കൂടി സ്മൃതി, നമുക്ക് തിരിച്ചെത്തി നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം. നമുക്ക് ഇടവേള അനിവാര്യമായതുകൊണ്ട് തിരിച്ചെത്തി വരാം. നമ്മൾ 3 പേരല്ലേ ഉള്ളൂ. തിരിച്ചെത്താം ചർച്ചയിലേക്ക്. ഷിബു മീരാൻ പറഞ്ഞത് പൂർത്തിയാക്കാം. അതിനുശേഷം ശ്രീ എം പ്രകാശനിലേക്ക്. ഒറ്റ വാചകമാണ് സ്മൃതി. ഇപ്പൊ ഈ കേന്ദ്രത്തിൽ നമുക്കറിയാലോ RSS നിയന്ത്രിക്കുന്ന ഇത്ര ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അത്തരം സ്ഥാപനങ്ങൾ സംഘടിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു പരിപാടിക്ക് കേന്ദ്ര ഗവൺമെന്റ് ഒരു ഫണ്ട് കൊടുത്താൽ, അല്ലെങ്കിൽ BJP ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളോട് ഫണ്ട് കൊടുക്കാൻ ആവശ്യപ്പെട്ടാൽ, പ്രകാശം മാഷേ, താങ്കൾക്കും എനിക്കും അത് സ്വീകാര്യാവോ? ആവില്ലല്ലോ. എന്തുകൊണ്ട് സ്വീകാര്യാവില്ല? നമ്മളപ്പോൾ ഒരുമിച്ച് പറയും, സംഘപരിവാറിന്റെ അജണ്ട നടപ്പാക്കാൻ പാവപ്പെട്ടവരുടെ നികുതി പണം ഉപയോഗിച്ചുകൂടാ. ഞാൻ ഈ പറയുന്ന മൊറാലിറ്റി അത് നിങ്ങളും ഞങ്ങളും ഒക്കെ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. ചർച്ചകളൊക്കെ നടന്നോട്ടെ, ഞങ്ങളും കൂടാം. പക്ഷേ ഈ ധാർമ്മിക വിരുദ്ധമായ സംഗതി തിരിച്ചറിയണം. ഈ ഉത്തരവൊക്കെ കേസിന് പോയാൽ നടക്കേണ്ട അവസ്ഥ ഉണ്ടാവരുത്. ശ്രീ എം ഷാജി രാഘവനിലേക്ക് വരാം. ഒന്ന്, ഇതുപോലുള്ള 100 കണക്കിന് ഉത്തരവുകൾ പഞ്ചായത്തുകൾക്ക്, തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പെർമിസീവ്, ഇവർ പറയുന്ന പോലെ ഇതിപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ഡിസിഷനായിട്ടൊന്നുമല്ലല്ലോ, പെർമിസീവ് സാങ്ഷനാണ്. പഞ്ചായത്ത് എന്ന് പറയുന്ന സ്വയംഭരണ സ്ഥാപനത്തിന് സ്വന്തമായി ഇഷ്ടമുണ്ടെങ്കിൽ കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ഇവർ ലീഗിൻ്റെ സ്ഥാപനത്തിന് കൊടുത്തിരിക്കുന്നത് അവരുടെ തനത് ഫണ്ടിൽ നിന്ന് മാത്രമല്ല, അവർ കൊടുത്തിരിക്കുന്നത് ജനറൽ പർപ്പസ് ഫണ്ടിൽ നിന്നും കൂടി പണം എടുക്കാന്നാണ്. കണ്ണൂർ പോലൊരു സ്ഥലത്ത് കൊടുക്കാൻ പറ്റില്ല എന്നൊരു തീരുമാനം അങ്ങനെ എടുക്കാൻ പറ്റുമോ? നിങ്ങൾ പഞ്ചായത്തുകളെ അങ്ങനെ വില കുറച്ച് കാണരുത്. വില കുറച്ച് കാണുകയില്ല. ഒരു നിലപാടെടുത്താൽ അതിന് വിരുദ്ധമായ ഒരു തീരുമാനത്തിലേക്ക് പോകാൻ സാധിക്കുമോ? ഞങ്ങളാണല്ലോ, നിയമപരമായ തീരുമാനമല്ലേ എടുക്കാൻ പറ്റൂ. ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ്, ഞങ്ങളുടെ പോളിറ്റ് ബ്യൂറോ അംഗമാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. അതുകൊണ്ട് അത് നിയമവിധേയമല്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ അതിന് അധികാരമുണ്ടോ? നിയമവിധമല്ലാതെ കാര്യങ്ങൾ ചെയ്യുമോ? അപ്പോൾ ഇതെല്ലാം നിയമവിധേയ സ്ഥാപനമാണ്. ആര് ഭരിക്കുന്നു എന്നുള്ളതല്ല. സെമിനാറിന് പിരിച്ചു കിട്ടുക ഈ പറയുന്ന കണക്കാണെങ്കിൽ ശ്രീ എം പ്രകാശൻ 37 ലക്ഷം രൂപയാണ്. ഈ സെമിനാർ 37 ലക്ഷം രൂപയാണോ ചെലവഴിക്കുന്നത്? അത്ര വലിയ പരിപാടിയാക്കുകയാണോ?
1200-ലേറെ ആളുകൾ പങ്കെടുക്കുകയും ഇവിടെ താമസിക്കുകയും 56 സെമിനാറുകൾ നടക്കുകയും അതിനെല്ലാം മുഴുവൻ ഡോക്യുമെന്റുകൾ അവർക്കാകെ നൽകുകയും ഇവർക്ക് ഈ പരിപാടി നടത്താൻ ആവശ്യമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഇതിന്റെ വരവ് ചെലവെടുക്ക് വളരെ കൃത്യമായ നിലക്ക് പ്രസിദ്ധീകരിക്കും. പഞ്ചായത്തുകളുടെ പദ്ധതി വിഹിതത്തിൽ വെട്ടിക്കുറവ് എന്നതിനെ കുറിച്ച് ശ്രീ ഷാജി രാഘവൻ പറഞ്ഞു കേട്ടല്ലോ. റോഡ് പണി നടക്കാത്ത സാഹചര്യം പറഞ്ഞു കേട്ടല്ലോ. ഇതിപ്പോൾ ഏതെങ്കിലും ഒരു ജില്ലയുടെ കാര്യമായിരിക്കില്ല, പലയിടത്തായി സംഭവിക്കുന്നതാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ നമ്മുടെ ഏറ്റവും ഈ ഗ്രാമീണ റോഡുകൾ ഏറ്റവും ഏറെ പ്രവർത്തനം നടത്താൻ വേണ്ടി പോകുന്ന ഒരു കൊല്ലം ഈ കൊല്ലാണ്. നിങ്ങൾക്ക് അവിടെ ബജറ്റിനകത്ത് തന്നെ വന്നിരിക്കുന്ന തുക എത്രയാ? കോടികളാണ്. പഞ്ചായത്തുകളെ സംബന്ധിച്ച് ഇത്രയേറെ പഞ്ചായത്തുകൾക്ക് ഈ അധികാര വില കൊടുത്തത് ഞങ്ങളല്ലേ? മീനി കളിക്കാൻ എന്താ ഇപ്പം ലീഗിനും കോൺഗ്രസിനുള്ളത്? ഇന്ത്യയിൽ കോൺഗ്രസ്സുകാർ ഭരിക്കുന്ന ഒരുപാട് സീറ്റ് ഉണ്ടല്ലോ. എവിടെയെങ്കിലും ഉണ്ടോ തങ്ങളുടെ ഫണ്ടിന് 40% പഞ്ചായത്തുകൾ കൊടുക്കുന്നത്? ഒരു പഞ്ചായത്തിന് വേണ്ടി കണ്ണീരൊടുക്കുകയാണ്. ഇവിടെ പഞ്ചായത്തുകൾക്ക് അധികാരവും പണവും എല്ലാം കൊടുത്തത് ഞങ്ങളാണ്. അത് ഈ പറയുന്ന പഠന കോൺഗ്രസിന്റെ തീരുമാനത്തിന്റെ ഭാഗമാണ്. ഞങ്ങൾ അഭിമാനത്തോടെ പറയും, ഈ ഇന്ത്യ രാജ്യത്ത് ഒരു സ്ഥലത്തും 51% ഈ സംവരണമുള്ള സ്ത്രീ പ്രസിഡന്റുമാരും അതുപോലെ ഭാരവാഹികളില്ല. ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. വന്നിരിക്കുന്ന വേറെ എവിടുന്നല്ല. ഈ പറയുന്ന പഠന കോൺഗ്രസിന്റെ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ്. കേരളം എങ്ങനെ മുന്നോട്ടേക്ക് പോകണമെന്ന് തീരുമാനിക്കുന്നതിൽ തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർണായകമായ പങ്ക് ഈ കഴിഞ്ഞ 4 അന്താരാഷ്ട്ര കേരള പഠന കോൺഗ്രസുകൾ നിർവഹിച്ചിട്ടുണ്ട്. വരുന്ന മാറ്റം വരുത്തണമെന്ന് ഈ പഠന കോൺഗ്രസ് തീരുമാനിക്കും. തദ്ദേശ സ്ഥാപനവുമായി ബന്ധപ്പെട്ട എല്ലാ മാറ്റവും ഈ നിലക്കുണ്ടായിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇത് വെറുതെ ഇവർ പറയുന്ന പോലെ ഇപ്പോ ബി ജെ പി നടത്തുന്ന ഒരു പഠന ഗവേഷണ കേന്ദ്രമാണ്, അല്ലെ RSSന്റെ ഒരു പഠന ഗവേഷണ കേന്ദ്രമാണെന്ന് കരുതുക. അവർ നടത്തുന്ന ഒരു പരിപാടി, അതിൽ പ്രധാനപ്പെട്ട ആളുകൾ മുഴുവൻ RSSന്റെയും BJPയുടെയും ആളുകളാണെന്ന് കരുതുക. CPM ഈ വിശാല മനസ്സോടുകൂടി അതിനെ കാണുമോ, അതോ RSS അജണ്ട എന്ന് പറയുമോ? കേന്ദ്ര ഗവൺമെന്റ് നേരിട്ട് രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ തീരുമാനിച്ചപ്പോ അതിൽ പങ്കെടുക്കാൻ മത്സരിക്കുക എന്നുള്ള കോൺഗ്രസ് നേതാക്കന്മാര് എതിർക്കുന്ന ആരും കണ്ടില്ലല്ലോ. സരസ്വതി വിദ്യാലയം ആരുടെ വിദ്യാലയം? RSSന്റെ അല്ലേ? ഈ രാജ്യത്ത് എത്ര വലിയ കോടികളാണ് സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെന്റ് ചെലവഴിക്കുന്നത്. അപ്പോ അതെല്ലാം നടക്കുമ്പോൾ മൗനം പാലിക്കും, നിങ്ങളും പാലിക്കും, കോൺഗ്രസും പാലിക്കും, ലീഗും പാലിക്കും. കാരണം അവർക്ക് സായിവിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്നതാണ്. നിങ്ങൾക്ക് മാർക്സിസ്റ്റുകാരെന്തെങ്കിലും ചെയ്താൽ അത് തടയണം, അത് മുന്നോട്ട് പോകാൻ പാടില്ല. അതല്ല നിങ്ങൾക്ക് പറയുന്ന അജണ്ട. ഇന്ത്യയിൽ എത്ര സ്ഥാപനങ്ങൾക്കാണ്, സാംസ്കാരിക സ്ഥാപനങ്ങൾക്ക് കേന്ദ്രം സഹായം ചെയ്യുന്നത്? കോടിക്കണക്കിന് രൂപ. എന്തെങ്കിലും പിണ്ടുന്നുണ്ടോ കേരളത്തിൽ? ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷം കോൺഗ്രസ് അല്ലേ? എന്നിട്ട് ഇവിടെ നിങ്ങൾ സമ്മതിക്കോ? ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങളുടെ പാർട്ടി ചെറുതാണ്, അത് വെച്ചോട് നിങ്ങൾ എതിർക്കുകയും ചെയ്യും. എന്നാൽ ഇതൊന്നുമല്ല. പിന്നെ CPMന് ഇത്തരം ഓരോ സംവിധാനം വേണ്ടിയിട്ട് പണം ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ ഉറപ്പിച്ച് പറയും, ഞങ്ങൾ ജനങ്ങളിൽ നിന്ന് ഫണ്ട് പിരിച്ച് പ്രവർത്തിക്കുന്നവരാണ്, അത് അഭിമാനം കൊള്ളുന്നവരാണ്. ഞാൻ ചോദിക്കട്ടെ, ജനങ്ങളിൽ നിന്ന് ആരാ കോൺഗ്രസ് ഫണ്ട് ഇരിക്കുന്നുണ്ടോ? ഞങ്ങളൊക്കെ ഈ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. ലീഗുകാർ താഴെയുള്ള ലീഗുകാരിൽ നിന്ന് ഫണ്ട് പിരിക്കുന്നുണ്ടോ? സമ്പന്ന പൈസ അല്ലാതെ എന്താ പാർട്ടികളത്? ഞങ്ങളങ്ങനെ എല്ലാ കൊല്ലവും സാധാരണക്കാരുടെ കയ്യിൽ ചെന്ന് 5 രൂപ 10 രൂപ വാങ്ങിച്ച് അതിന് കണക്ക് പ്രസിദ്ധീകരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിയായത്. പാർട്ടി ജനങ്ങളിൽ നിന്ന് പിരിച്ച ബക്കറ്റ് നടത്തിയിട്ടൊക്കെയാണ് നടത്തുന്നത്. അതിനെക്കുറിച്ചല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മൾ ഈ പരിപാടിയിൽ സ്മൃതിക്ക് UDF രക്ഷിക്കാനുള്ള താല്പര്യം മലയാളിക്കെല്ലാം അറിയാം. ഞാൻ ഈ വിഷയമാണ് പറഞ്ഞത്. താങ്കൾ എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ശ്രീ എം പ്രകാശൻ. ഞാൻ ഈ വിഷയമാണ് പറഞ്ഞത്, നമ്മുടെ വിഷയമാണ് പറഞ്ഞത്. നമ്മുടെ വിഷയം ഇത്രയേ ഉള്ളൂ. 50,000 വീതം കൊടുക്കുക എന്ന് പറയുന്നത് അത് ഈ സമയത്ത് ശരിയാണ്. നിങ്ങളുടെ വിഷയം ഇത്രയേ ഉള്ളൂ. മാർക്സിസ്റ്റുകാർ ചെയ്യുന്ന എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അതിനെ പർവ്വതീകരിച്ച് പർവ്വത സമാനമാക്കണം. കോൺഗ്രസോ ലീഗോ ഭരിക്കുന്നവർ വിമർശിക്കപ്പെടും. ശ്രീ എം പ്രകാശൻ, ഇവിടെ UDF ഭരിക്കുമ്പോൾ UDFനെ വിമർശിക്കും, CPM ഭരിക്കുമ്പോൾ CPM. അത് സ്വാഭാവികമാണല്ലോ ശ്രീ എം പ്രകാശൻ, അത് സ്വാഭാവികമായിട്ട് എടുക്കണം. സർക്കാരിന് വേണ്ടി സംസാരിക്കുകയല്ലോ മാധ്യമങ്ങളുടെ ധർമ്മം. അല്ല, ഞാൻ ചോദിക്കട്ടെ, സർക്കാരിന് വേണ്ടിയല്ലേ BJPക്ക് വേണ്ടിയല്ലേ നിങ്ങൾ സംസാരിക്കുന്നത്? BJPക്ക് വേണ്ടി എവിടെ സംസാരിച്ചു? BJPക്ക് വേണ്ടി ഞാൻ എവിടെ സംസാരിച്ചു? BJPക്ക് വേണ്ടി ഞാൻ സംസാരിച്ചു ഒരു വാചകം എടുത്തു പറയും. അല്ല, ഒരു വാചകം എടുത്തു പറയും. BJPക്ക് വേണ്ടി ഞാൻ സംസാരിച്ച ഒരു വാചകം എടുത്തു പറയും. അല്ല, കേന്ദ്രത്തിലും ഗവൺമെന്റ്, ഞാൻ പറഞ്ഞ അങ്ങനെയല്ല, കേന്ദ്രത്തിലും ഭരിക്കുന്ന ഗവൺമെന്റ് ആണല്ലോ. അതിപ്പോ ഞാൻ ശ്രീ ഷാജി രാഘവനോട് ചോദിക്കുമല്ലോ, അത് ചോദിക്കുമല്ലോ, അത് ചോദിക്കാനാണല്ലോ പരിപാടി. എനിക്ക് 3 പേരോടും ചോദ്യങ്ങളുണ്ട് ശ്രീ എം പ്രകാശൻ. ഭരിക്കുന്നവർ ചോദ്യങ്ങൾ നേരിടേണ്ടി വരും. അതിൽ CPMന് മാത്രം അതിലൊരു ഇളവ് എന്നുള്ളത് നടക്കുന്ന കാര്യമല്ല. സർക്കാരിനെ പുകഴ്ത്തലല്ല മാധ്യമങ്ങളുടെ. താങ്കളിലേക്ക് വരാം. ശ്രീ ഷാജി രാഘവൻ,
നിങ്ങളുടെ അരക്കഴഞ്ചെഴിഞ്ഞു പോലും ഞങ്ങൾക്ക് ആവശ്യമില്ല. പക്ഷേ ഞങ്ങളെ കാണുന്ന പോലെ എല്ലാവരെയും കാണണം. ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയാ BJP. അതൊക്കെ അതാത് വിഷയങ്ങളിൽ ആ രൂപത്തിൽ തന്നെ ചർച്ച ചെയ്ത് പോകാറുണ്ട് ശ്രീ എം പ്രകാശൻ. താങ്കൾ കാണാനിട്ടാണ്. അതൊക്കെ ജനങ്ങൾക്കറിയാം. ഒരു കണ്ണിലൂടെ കാണുന്നവരുടെ പ്രശ്നമാണ്. ഒന്ന് വിശാലമായി നോക്കൂ. എല്ലാ വിഷയങ്ങളും എടുക്കാറുണ്ടെന്നേ. ശ്രീ ഷാജി രാഘവൻ, കേന്ദ്രത്തിന് വിശാലമായി ഫണ്ട് കൊടുക്കാം. RSSന്റെ പരിപാടികളായാലും BJP നടത്തുന്ന പരിപാടികൾക്കായാലും കേന്ദ്ര സർക്കാരിന് വിശാലമായി ഫണ്ട് കൊടുക്കാം. അതിന്മേൽ വിമർശനമില്ലല്ലോ എന്നാണ് ശ്രീ എം പ്രകാശൻ ചോദിക്കുന്നത്. അത് തെറ്റാണെന്ന് നിങ്ങൾക്ക് പറയാനും പറ്റില്ല. അത്തരം ഇഷ്ടം പോലെ പരിപാടികൾ ഉണ്ടായിട്ടുണ്ട്. പലതവണ അതൊക്കെ വിഷയമായിട്ടുണ്ട്, ചർച്ച ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. വരാം. ഇവിടെ പ്രകാശം മാഷ് സാധാരണക്കാരൻ്റെ നികുതിപ്പണം എടുത്ത് ദൂർത്തടിക്കുന്നതിനെ ന്യായീകരിച്ചത്, അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ഈ പരിപാടിയിൽ ജയറാം രമേശ് പങ്കെടുക്കുന്നുണ്ട്. സാർ ഒരുപക്ഷെ നിങ്ങളുടെ ഈ പരിപാടിയിൽ ജയറാം രമേശ് പങ്കെടുക്കും, ശശി തരൂർ പങ്കെടുക്കും. അതൊക്കെ ഇന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ ദുര്യോഗമാണ്, സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ വേറെ നമുക്ക് പ്രത്യേകം ചർച്ച ചെയ്യാം. അതുകൊണ്ട് അവരുടെ വരുന്നു, അവർ പങ്കെടുക്കുന്നു എന്നതുകൊണ്ട് നിങ്ങൾക്കിതിനെ എങ്ങനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്? ഇതിൽ തന്നെ ഒരു കാര്യം കൂടെ സൂചിപ്പിച്ച്, മുസ്ലിം ലീഗിന് പണ്ട് അവരുടെ സംഘടനയ്ക്ക് പണ്ട് പണം കൊടുത്തിട്ടുണ്ട്. സാർ മുസ്ലിം ലീഗിൻ്റെ സംഘടനയും UDFും ആ തരത്തിൽ പെരുമാറിയത് കൊണ്ടും കേരളത്തിൽ അങ്ങനെ പ്രവർത്തിച്ചത് കൊണ്ടാണ് നിങ്ങളെ അധികാരത്തിൽ കൊണ്ടുവന്നത് ജനങ്ങൾ. അതുകൊണ്ട് അവർ ചെയ്ത തെറ്റ് നിങ്ങൾ അതേപോലെ അതിനൊരു പടി മുമ്പിൽ കടന്ന് നിങ്ങളത് ആവർത്തിക്കുകയും അതിനെ ന്യായീകരിക്കാൻ നിങ്ങൾ ഈ ന്യായവാദങ്ങളൊക്കെ ഉയർത്തുകയും ചെയ്യുമ്പോൾ ഇവിടെ ചോദിച്ച ഒന്ന് രണ്ട് ചോദ്യത്തിന് താങ്കൾ മറുപടി പറയാൻ സാധിച്ചില്ലല്ലോ. ഒരു പ്രധാനപ്പെട്ട ചോദ്യം, നികുതിപ്പണം വേണോ സാധാരണക്കാരൻ്റെ? അതാണൊരു ചോദ്യം. ഇവിടെ ഇടുക്കിയിലെ മറിയക്കുട്ടിമാർക്ക് ഉൾപ്പെടെ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ സാധിക്കാത്ത ഗവൺമെൻറ്റാണ് ഇപ്പോഴും കൊടുക്കാൻ ബാക്കി നിൽക്കുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു സാർ, നമ്മൾ കാർഷിക ബഡ്ജറ്റ് കേരളത്തിൽ 50% വെട്ടിക്കുറച്ചിരിക്കുകയാണ് ഈ നടപ്പ് സാമ്പത്തിക വർഷം, കഴിഞ്ഞ ബഡ്ജറ്റിലെ തുക. അങ്ങനെയുള്ളൊരു ഗവൺമെൻറ്റാണ്. നിങ്ങൾ പിടിച്ചു പറിക്കുകയാണ് ഈ പറയുന്ന ത്രിതല പഞ്ചായത്തുകളിൽ നിന്ന്. സാർ, നിങ്ങൾ ഇതേപോലെ തന്നെ ഇതിനു മുമ്പ് നടത്തിയ നവകേരള യാത്ര 1 ലക്ഷം രൂപയോ 50,000 രൂപ വെച്ച് നിങ്ങൾ ഫണ്ട് പിരിച്ചതിന് പുറത്ത് നിങ്ങൾ കേരളം മുഴുവൻ നടന്ന് പിരിച്ചില്ലേ? അതിനെപ്പറ്റി ആക്ഷേപം ഉന്നയിച്ചത് ആരാ ഇപ്പോൾ കേരളത്തിൽ? നിങ്ങളുടെ പാർട്ടി യോഗങ്ങളിൽ തിരുവനന്തപുരത്ത് നടന്ന പാർട്ടി യോഗങ്ങളിൽ പോലും സഹാക്കന്മാരല്ലേ അതിനെപ്പറ്റിയിട്ട്? കാരണം ഒരു പ്രയോജനവും ഇല്ലാത്ത പരിപാടി എന്നുള്ള നിലയ്ക്കല്ലേ പാർട്ടി സമ്മേളനങ്ങളിൽ പോലും പല സ്ഥലങ്ങളിലും ആ പരിപാടി വിലയിരുത്തപ്പെട്ടത്. അതേപോലെ മാമാങ്കങ്ങൾ നടത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഏറ്റവും അവസാനം ധനകാര്യ കമ്മീഷൻ നീതി ആയോഗിൻ്റെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നു. എന്താ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്? 18ഓളം പ്രധാനപ്പെട്ട ഈ രാജ്യത്തെ സംസ്ഥാനങ്ങളിൽ 15ാം സ്ഥാനത്താണ് കേരളം. അതിലവർ അടിവരയിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഗുണപരമല്ലാത്ത ചെലവുകൾ നടത്തുന്ന സംസ്ഥാനമാണ് കേരളം. സാർ, അവർ നല്ല ആലങ്കാരികമായി മാന്യമായ ഭാഷ പറഞ്ഞു എന്നേ ഉള്ളൂ. കേരളം ചർച്ച ചെയ്യപ്പെടുന്ന ഈ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ധൂർത്ത് അല്ലെങ്കിൽ അല്ലെങ്കിൽ അനാവശ്യ ചെലവുകളാണ് കൃത്യമായി നീതി ആയോഗ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഇന്ന് കേരളം എത്തിയിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ ഒരു പ്രധാന കാരണമായി പോലും പറഞ്ഞിരിക്കുന്നത് ഈ ധൂർത്താണ് സാർ. ഇതല്ലേ വീണ്ടും നിങ്ങൾ ഈ നടത്താൻ പോകുന്നത്? നിങ്ങൾ അതിന് പണ്ട് UDFിൻ്റെ ഗവൺമെൻറ് ഇരുന്നപ്പോൾ ഇത് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളിത് ആവർത്തിക്കുകയും നിങ്ങളിത് പലവട്ടവും കേരളത്തിൽ ഇത് നടപ്പിലാക്കുകയും ചെയ്യുമ്പോൾ ഞാനൊരു ചോദ്യം ചോദിച്ചു. നമ്മുടെ പഞ്ചായത്തുകളിൽ അവരുടെ തനത് ഫണ്ട് അവരുടെ ആവശ്യങ്ങൾക്ക് പോലും തികയാത്തൊരു കാലഘട്ടത്തിലല്ലേ നമ്മളിപ്പോൾ ജീവിച്ചു പോകുന്നത്? അവരിൽ നിന്നല്ലേ നിങ്ങൾ ഈ പിടിച്ചു പറിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് സാർ പിടിച്ചു പറിത്ത്? താങ്കൾ പറയുന്നുണ്ട് AKG പഠന ഗവേഷണ കേന്ദ്രം പഠനം നടത്തിയതിൻ്റെ പേരിലാണ് കേരളത്തിൽ പല പദ്ധതികളും വന്നതെന്ന്. സാർ, പിന്നെ ഇവിടെ ഒരു ഗവൺമെൻറ് ഒന്നും ഇല്ലേ? ഇപ്പം ഈ പഠനകേന്ദ്രമാണോ കേരളത്തിൻ്റെ ഈ പറയുന്ന കഴിഞ്ഞ കാലങ്ങളിലെ എല്ലാ കാര്യങ്ങളിലും ഒരു ബാക്ക് ബോണായിട്ട് നിന്നിട്ടുള്ളത്? നിങ്ങൾക്ക് എങ്ങനെ ഇതൊക്കെ ഇങ്ങനെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും? വളരെ കൃത്യമായി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ് പാർട്ടി സഖാക്കൾക്ക് വേണ്ടി വ്യാപകമായി പിരിവ് നടത്തുന്നതിന് വേണ്ടി നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മാമാങ്കമാണിത്. കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ അതിൽ പങ്കെടുക്കും. കാരണം അത് കോൺഗ്രസിൻ്റെ ഗതികേടാണ്. ജയറാം രമേശും ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇവരൊക്കെ തന്നെ ശശി തരൂരൊക്കെ പങ്കെടുത്തു വരും. പക്ഷേ അത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ മുമ്പിൽ ഇതിനെ നിങ്ങൾക്ക് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഇതൊരു പ്രൈവറ്റ് പ്രോഗ്രാമാണോ ഗവൺമെന്റ് പ്രോഗ്രാമാണോ എന്നുള്ളതാണ് വ്യക്തമാക്കേണ്ടത്. ഈ പരിപാടിക്ക് വേണ്ടി ലീഗ് ജില്ലാ പ്രസിഡന്റ് പറയുന്ന ആരെയും ക്ഷണിച്ചിട്ടില്ല എന്നാണ്. അവിടുത്തെ ജില്ലയിലെ BJP നേതാക്കളും പറയുന്നു അവരെയും ക്ഷണിച്ചിട്ടില്ല എന്നാണ്. അല്ല, ഞാൻ അറിഞ്ഞതും ഞാൻ കണ്ണൂർ അന്വേഷിക്കുമ്പോൾ ഞാൻ അതിൻ്റെ ആദ്യത്തെ എൻ്റെ ഘട്ടത്തിൽ എൻ്റെ ഊഴത്തിൽ ഞാനത് സൂചിപ്പിച്ചു. എൻ്റെ അന്വേഷണത്തിൽ എനിക്ക് ബോധ്യപ്പെട്ടത് ഇതാണ്. CPIക്ക് പോലും ഈ കാര്യങ്ങളിലൊന്നും അവർക്ക് ഒരു കാര്യമായ റോളില്ല. ഇത് കൃത്യമായി CPMൻ്റെ പ്രോഗ്രാമാണ് കണ്ണൂർ. ഈ മുഴുവൻ സർക്കാർ മിഷനറി ഈ പരിപാടിക്ക് വേണ്ടി ഇന്ന് രാവിലെ അവിടെ ഒരു പ്രഭാത സവാരി, അതൊരു പാർട്ടി സ്റ്റൈലാണ്. രാവിലെ അവർക്ക് പണ്ടേ ഉള്ളതാണ് പ്രഭാത ഭേരി എന്നൊക്കെ പറഞ്ഞ് പാർട്ടി യോഗങ്ങൾക്ക് മുമ്പ് അവർ പരിപാടി നടത്തും.
ഈ പരിപാടിക്ക് ഇന്നൊരു പ്രഭാത സവാരി ഉണ്ടായി. ഉദ്ഘാടനം ചെയ്ത ആരാന്നറിയോ? അവിടുത്തെ കളക്ടറാണ്. നമുക്കറിയാം, എൻ്റെ നാട്ടുകാരനായിരുന്നു നവീൻ ബാബു. പാവപ്പെട്ട ഒരു ഗവൺമെൻറ് സർക്കാർ ഉദ്യോഗസ്ഥൻ, മാന്യമായി ജോലി ചെയ്ത് ജീവിച്ചൊരു ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മഹത്യക്ക് കാരണക്കാരനെന്ന് നവീൻ ബാബുവിൻ്റെ കുടുംബവും ഈ കേരളം മുഴുവൻ പറയുന്ന ആളാണ് ഈ പറയുന്ന കളക്ടർ. ഈ കളക്ടർ ഇപ്പോൾ പ്രകാശ് മാഷ് തന്നെ പലവട്ടം പറഞ്ഞത് CPM-ൻ്റെ പ്രോഗ്രാമാണെന്ന് അദ്ദേഹം 2-3 വട്ടം സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ പരിപാടിക്ക് എങ്ങനെ കളക്ടർക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നത്? അപ്പോൾ അവിടുത്തെ വഴിവിട്ട കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ, CPM നേതാക്കന്മാരുടെ എല്ലാ കാര്യങ്ങൾക്കും വിധേയനായി നിൽക്കുന്ന കളക്ടറാണ് ഇന്ന് രാവിലെ ഇതിന് ഉദ്ഘാടനം ഫ്ലാഗ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിരിക്കുന്നത്. അപ്പോൾ ഇത് സർക്കാർ മിഷനറി ഉപയോഗിക്കുക, സർക്കാർ ഫണ്ട് ഉപയോഗിക്കുക, ത്രിതല പഞ്ചായത്തിലെ തനത് ഫണ്ട് ഉപയോഗിക്കുക, ഇതൊക്കെ തന്നെ പാർട്ടിയെ വളർത്താനും പാർട്ടിയെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് പാർട്ടി സഖാക്കന്മാർക്ക് ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അല്ലാതെ കേരളത്തിനെ ഗുണം പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പ്രകാശ് മാഷ് പറഞ്ഞാൽ സാമാന്യ ബുദ്ധിയുള്ള കേരളത്തിലെ ജനങ്ങൾക്ക് ഇത് ബോധ്യപ്പെടുമെന്ന് ഞാൻ കരുതുന്നില്ല. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് കോൺഗ്രസിലെ ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരിന് പലരും ഇതിൻ്റെ മുൻ എന്താ പറയുക തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പങ്കെടുക്കുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ കണ്ണൂർ ജില്ലയിൽ പോലും പ്രതിപക്ഷ നേതാക്കളിൽപ്പെട്ട അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ ഭാഗമായിട്ടുള്ളവരെ ക്ഷണിക്കാതെ നടത്തുന്ന ഈ ചടങ്ങിൽ നിങ്ങൾ ഏത് തരത്തിലുള്ള ന്യായീകരണം നടത്തിയാലും കേരളത്തിലെ സാമാന്യ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ നവകേരള യാത്ര നടത്തിയതുപോലെ തന്നെ അടുത്ത തട്ടിപ്പിൻ്റെ ഭാഗമായിട്ട് ജനമധ്യത്തിൽ വന്നിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിൻ്റെ പണം ധൂർത്തടിക്കുന്ന ഈ രീതി വീണ്ടും തുടരുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമുക്കറിയാം, ഇന്ന് കേരളം സാമ്പത്തിക പ്രതിസന്ധി എത്തുന്ന സമയത്ത് ഒരു നറേറ്റീവ് കേരളത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ നറേറ്റീവ് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ മുഴുവൻ കാരണവും കേന്ദ്ര ഗവൺമെൻറ് ആണെന്നാണ്. നിർഭാഗ്യവശാൽ കേരളത്തിലെ പ്രതിപക്ഷം UDF അതിനെ എൻഡോഴ്സ് ചെയ്യുന്നൊരു സമീപനം എടുത്തിട്ടുണ്ട്. ഈ കാര്യത്തിൽ എന്താണോ പിണറായി വിജയൻ പറയുന്നത്, ഈ കാര്യത്തിൽ എന്താണോ LDF പറയുന്നത്, അവരുടെ ക്യാപ്സൂൾ അതേപോലെ കഴിയുന്ന ഒരു പ്രതിപക്ഷ നേതാവായിട്ട് VD സതീശൻ ഇന്ന് മാറിയിട്ടുണ്ട്. ഇന്ന് അതുകൊണ്ട് കോൺഗ്രസിന് ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. കൃത്യമായി കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി ഈ തരത്തിലുള്ള ധൂർത്താണെന്ന് കേരളത്തോട് തുറന്നു പറയാനുള്ള ബാധ്യത, ഉത്തരവാദിത്വം അത് കേരളത്തിൻ്റെ പ്രതിപക്ഷം ഏറ്റെടുക്കുകയും തെറ്റുതിരുത്താനും തയ്യാറായെങ്കിൽ മാത്രമേ CPM-നെ നിലക്ക് നിർത്താൻ വേണ്ടിയിട്ടും CPM-ൻ്റെ LDF ഗവൺമെൻറ്റിൻ്റെ ഈ ധൂർത്ത് അവസാനിപ്പിക്കാനും കേരളത്തിലെ സാമാന്യ ജനങ്ങളുടെ അവരുടെ പണം, അവരുടെ നികുതി പണം അത് സംരക്ഷിക്കാനും വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ CPM-നെ വളർത്താൻ വേണ്ടിയിട്ട് ഈ പരിപാടികളും പദ്ധതികളും ഗവൺമെൻറ് ഫണ്ട് ഉപയോഗിക്കുന്ന ഈ സ്ഥിതിവിശേഷം കേരളത്തിൽ തുടരും. അത് കേരളത്തിൻ്റെ ദുര്യോഗം എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. ശരി, ഷിബു മീരാൻ, ഇപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട പരിപാടിയാണ്, അതിൽ പ്രത്യേകം ക്ഷണിക്കേണ്ടതില്ല എന്നൊരു വാചകം കൂടി ശ്രീ M പ്രകാശൻ പറഞ്ഞിരുന്നു. അത് രജിസ്റ്റർ ചെയ്ത് അതിൽ പങ്കെടുക്കുകയാണ് വേണ്ടത്. കാരണം തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട വളരെ ഗൗരവത്തിലുള്ള വിഷയം ചർച്ച ചെയ്യുന്നു. തദ്ദേശ സ്ഥാപനങ്ങളിൽ കൂടി സഹകരിപ്പിച്ചുകൊണ്ടുള്ള പരിപാടി എന്ന് തന്നെയാണ് ഈ പരിപാടിയെ അവർ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അത് തദ്ദേശ സ്ഥാപനങ്ങളുടെ പരിപാടിയായി മാറുകയാണല്ലോ. അങ്ങനെ മാറില്ല സ്മൃതി. അതിന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് സംഘടിപ്പിക്കണം, സർക്കാർ പരിപാടിയാവണം. അതിപ്പോ കിലയിലൊക്കെ ഇവർക്കുള്ള ട്രെയിനിങ്ങും ഒക്കെ സർക്കാരിന്റെ ഉത്തരവാണല്ലോ അതിൽ 50,000 കാര്യത്തിൽ സർക്കാരിന്റെ ഉത്തരവല്ലേ. CPM-ന്റെ ഈ ഉത്തരവിലേക്ക് ഞാൻ പറയുന്നത് അപ്പോഴേ അത് അങ്ങനെയാവും. സർക്കാർ ഉത്തരവ് കൊടുത്തത് കൊണ്ടോ സർക്കാർ പഞ്ചായത്തുകളുടെ പണം ചെലവാക്കിയത് കൊണ്ടോ CPM-ന്റെ ഒരു പാർട്ടി പരിപാടി, ഒരു സ്വകാര്യ പരിപാടി അത് സർക്കാർ പരിപാടി ആവില്ലല്ലോ. അതുകൊണ്ടാണല്ലോ നമ്മളിത് ചർച്ച ചെയ്യേണ്ടി വരുന്നത്. ഒരു പാർട്ടി പരിപാടിക്ക് ഫണ്ട് കൊടുക്കുന്നു. ഇനിയിപ്പോൾ പിന്നെ പ്രകാശ് മാഷ് പറഞ്ഞൊരു കാര്യമുണ്ട്, പിന്നെ എന്താണ് പഞ്ചായത്തുകളുടെ ഫണ്ട് അമ്മട്ടിൽ കൊടുക്കുക. ഇപ്പോൾ ഈ നവകേരള സദസ്സിൻ്റെ കാലത്ത് ഞാൻ പറഞ്ഞല്ലോ, അന്ന് അത് ഹൈക്കോടതി പരിഗണിച്ചപ്പോൾ ഹൈക്കോടതിയിൽ ജസ്റ്റിസ് ബെച്ചു, ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ബെച്ചു കുര്യൻ്റെ ഒരു ഡയറക്ഷൻ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് അവരുടെ തനത് ഫണ്ട് ഈ രൂപത്തിൽ ചെലവഴിക്കുക എന്ന് ഡിക്റ്റേറ്റ് ചെയ്യാനോ ഡയറക്റ്റ് ചെയ്യാനോ അവകാശമില്ല. ഇത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടാൽ ഒരു സംശയം വേണ്ട, ഗൗരവതരമായ നിയമപ്രശ്നങ്ങൾ ഇതിലുണ്ട്. ഇനി അടുത്ത പ്രശ്നം, ഈ ചർച്ച ചെയ്യപ്പെടുന്ന പരിപാടികളുടെ അടിസ്ഥാനത്തിലാണ് ഇവിടുന്ന് അങ്ങോട്ട് പഞ്ചായത്തുകൾ, കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കാൻ പോകുന്നത്. അതെങ്ങനെ ശരിയാവുക? അങ്ങനെ പിന്നെ ഇവിടെ നിയമസഭയും ഇനി തെരഞ്ഞെടുക്കപ്പെടാൻ പോകുന്ന ഇത്തരത്തിലുള്ള പഞ്ചായത്ത്, ത്രിതല പഞ്ചായത്ത് ഭരണസമിതികളൊക്കെ എങ്ങനെയാ? എന്നാൽ പിന്നെ AKG സെന്റർ എന്ന് തീരുമാനിച്ച് ഇങ്ങോട്ട് അറിയിച്ചാൽ പോരെ. അപ്പോൾ ഇത്തരം സെമിനാറുകൾക്കൊക്കെ വളരെ നാമമാത്ര പ്രസക്തമായ ഒരു പ്രാധാന്യമേ ഉള്ളൂ. അവിടെ കുറേ ചർച്ചകൾ നടക്കും, കുറേ അജണ്ടകൾ രൂപപ്പെടും. അല്ലാതെ AKG പഠന ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് കൊടുക്കുന്ന വാറോല ആ സിറ്റീസ് കേരളത്തിൽ നടപ്പിലാക്കാൻ പറ്റുമോ? എന്തുറപ്പാണ് അവർക്കുള്ളത്? അടുത്ത ഈ പറയുന്ന പഞ്ചായത്തുകൾക്ക് അടുത്തവണ നിങ്ങളും ഭരിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു പാർട്ടി പരിപാടിയെ ആ ക്യാൻവാസിൽ വരയ്ക്കാതെ വെറുതെ അനാവശ്യമായി സർക്കാർ ഫണ്ട് കിട്ടുന്നതിന് വേണ്ടി അതിന് അമിതമായ പ്രാധാന്യം നിങ്ങൾ കൊടുക്കരുത്. പിന്നെ ത്രിതല പഞ്ചായത്തിൽ UDF-ന് റോളും ഇല്ല, കോൺഗ്രസിന് റോളും ഇല്ല, ലീഗ്, ഇതൊന്നും ചരിത്രത്തിൽ നിരക്കില്ല.
നിയമം വരുന്നത്. അത് അടിസ്ഥാനത്തിൽ കേരളത്തിൽ ആദ്യമായി തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 95-ലല്ലേ? അന്ന് ഇവിടെ ഉള്ളത് UDFന്റെ ഗവൺമെന്റ് അല്ലേ? ദയവ് ചെയ്ത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലടക്കം കേരളം നേടിയിട്ടുള്ള ഈ പുരോഗതി ദയവ് ചെയ്ത് CPM വെറുതെ അവനവന്റെ കണക്കിൽ ഇങ്ങനെ എഴുതി വെക്കരുത്. ഇപ്പൊ ഇവർ പറയുന്ന കേട്ടാ തോന്നും 2016 മെയ് മാസം ഒരു ദിവസം രാവിലെ AKG സെന്ററിന്റെ മുകളിൽ കയറിയെന്ന് പിണറായി വിജയൻ വടക്കോട്ടൊരു മഴ വീശി എറിഞ്ഞു. ആ മഴ കാസർഗോഡ് വീണപ്പോൾ അത് കേരളമായി. പിന്നീട് കാണുന്ന പൊതുവാരോഗ്യ രംഗം, പൊതുവിതരണ രംഗം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, പൊതുവിദ്യാഭ്യാസം, ഈ സ്കൂളുകൾ, കോളേജുകൾ, പഞ്ചായത്തുകൾ, റോഡുകൾ, ഇതൊക്കെ പിണറായി സർക്കാർ ഒന്നും രണ്ടും പിണറായി സർക്കാർ ഗർഭം ചുമന്ന് നൊന്തു വെച്ചാന്ന് നിങ്ങൾ പറയരുത്. ഈ പൊതുജനാരോഗ്യം, പൊതുവിദ്യാഭ്യാസം, കേരളത്തിന്റെ രാജ്യത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ, ഇതിലൊക്കെ മാറി മാറി വന്ന ഗവൺമെന്റുകളുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഇതൊന്നും 2016-ൽ തുടങ്ങിയതല്ല. ഇതൊന്നും ഓരോ AKG പഠന ഗവേഷണ കേന്ദ്രത്തിലെ സെമിനാറിന്റെ ഭാഗമായിട്ട് രൂപപ്പെട്ടതല്ല. അതിനൊക്കെ മുൻപ് എത്രയോ പതിറ്റാണ്ടുകൾ കൊണ്ട് ഈ കേരളത്തിൽ നടന്ന സംവാദങ്ങൾ, ആ സംവാദങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട അജണ്ടകൾ, ആ അജണ്ടകൾ ഇംപ്ലിമെന്റ് ചെയ്ത മാറി മാറി വന്ന ഗവൺമെന്റുകൾ, അവർക്കൊക്കെ ഇതിൽ പങ്കുണ്ട്, എല്ലാവർക്കും സ്റ്റേക്ക് ഉണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത്തരത്തിൽ പഞ്ചായത്തുകളുടെ ഫണ്ട് തട്ടിയെടുക്കുന്ന പരിപാടിക്ക് നമ്മൾ ദയവ് ചെയ്ത് ഇമ്മട്ടിലുള്ള വലിയ നരേഷൻസ് ഒന്നും കൊടുക്കരുത്. എനിക്ക് അവസാനം പ്രകാശ് മാഷോട് ഇത്രേ പറയാനുള്ളൂ. ദയവ് ചെയ്ത് ആ പഴയ ബക്കറ്റ് തപ്പിയെടുക്കുക, കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങളെ വെറുതെ വിടുക. ഇനി ഇവിടുത്തെ BJP പ്രതിനിധി പറഞ്ഞ ഒരൊറ്റ കാര്യം ശരിയാണ്, ഞങ്ങൾ ഇവിടുത്തെ ഇടതുപക്ഷത്തെ അതോടൊപ്പം BJPക്കെതിരെയും സംസാരിക്കും. കേരളത്തിന്റെ ഇപ്പോൾ അനുഭവിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി 50% LDF ആണെങ്കിൽ 50% നിങ്ങളാണ്. അത് പറയും. അതിനകത്ത് ഞങ്ങൾക്കൊരു നിർബന്ധ ബുദ്ധി കൂടി ഉണ്ടെന്നാണെന്നറിയോ? ഈ കേരളത്തിലെ BJPക്കെതിരെ ഞങ്ങൾ പറയുന്ന ഒരു വാചകം കൃത്യമായി കേട്ടോളൂ. LDFന് രാഷ്ട്രീയമായി ഗുണം ചെയ്താൽ കൂടി LDFനെതിരെ ഞങ്ങൾ ഉന്നയിക്കുന്ന ഒരു വിമർശനം സംഘപരിവാറിന് കേരളത്തിൽ ഗുണകരമാവരുത്. ആ ജാഗ്രത ഇന്നലെ ഉണ്ട്, ഇന്നുണ്ട്, നാളെ ഉണ്ടാവും. കാരണം ഞങ്ങൾ ഇവരെ വിമർശിക്കുന്നതിന്റെ മറപറ്റി നിങ്ങളുടെ വർഗീയ രാഷ്ട്രീയം കേരളത്തിൽ ചെലവാക്കാൻ സമ്മതിക്കൂല. നിങ്ങൾ രണ്ടു കൂട്ടരും ഇതിന്റെ തുല്യ ഉത്തരവാദികളാണ്. കേരളം ഇന്ന് അനുഭവിക്കുന്ന ഗതികേടുകൾക്ക് നിങ്ങൾക്ക് രണ്ടു കൂട്ടർക്കും തുല്യ പങ്കാളിത്തമാണ്. പ്രകാശൻ, ഇതിപ്പോൾ നിയമപരമായി വേണ്ടി വന്നാൽ നേരിടുമെന്നാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഭാഗമായി ശ്രീ ഷിബു മീരാൻ പറയുന്നത്. എന്താണ് മറുപടി? നേരിടുന്നതിൽ ഇപ്പോൾ ആർക്കൊക്കെ തടയാൻ കഴിയുമോ? നേരിട്ടല്ലേ. ഞാൻ ഇവരോട് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ ഈ എട്ടുകാലി മമ്മൂഞ്ഞിൻ്റെ ഒരു നിലപാടെടുക്കരുത്. ഇപ്പോൾ ജനകീയ ആസൂത്രണം ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിൽ BJPയോ കോൺഗ്രസോ ഭരിക്കുന്ന എവിടെയെങ്കിലും ഉണ്ടോ? ആദ്യമായിട്ട് ആലോചിച്ചത് പഠന കോൺഗ്രസിലാണ്. 40% സമ്പത്ത് പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടോ? BJPയോ കോൺഗ്രസോ ഭരിക്കുന്നത് എവിടെയുമില്ല. ആലോചിച്ചത് ഈ പറയുന്ന പഠന കോൺഗ്രസിലാണ്. അതുപോലെ തന്നെ പഞ്ചായത്തി രാജ് സംവിധാനം ഇന്നത്തെ നിലക്ക് AKSN കമ്മിറ്റി LDF നിയമിച്ച കമ്മിറ്റിയാണല്ലോ. ആ കമ്മിറ്റിയാണല്ലോ പഞ്ചായത്ത് രാജ് സ്ഥാപനം എങ്ങനെ വേണം എന്നുള്ള കാര്യം തീരുമാനിച്ചത്. അത് ഇന്ത്യയിൽ മറ്റേതെങ്കിലും സ്ഥലത്ത് അതുപോലെ ഇപ്പോൾ 52% സ്ത്രീകൾ ഭരണാധികാരികളായിട്ട് സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയട്ടെ. കോൺഗ്രസോ BJP ഭരിക്കുന്ന സ്ഥലം ഇല്ലല്ലോ. കേരളത്തിലുണ്ടായിട്ട് ഞങ്ങൾ ആലോചിച്ചതാണ് ഈ സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനം. അങ്ങനെ ഒരു പ്രസ്ഥാനം വേണമെന്ന് ആദ്യമായിട്ട് ആലോചിച്ചിട്ടുള്ള വേദിയത സംശയമുണ്ട് അവിടെ പഠന കോൺഗ്രസ്സാണ്. അതുകൊണ്ട് അതെല്ലാം ഞങ്ങൾ കൂടി ഉണ്ടാക്കിയതാണ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പല്ലിയുടെ ഉത്തരം താങ്ങൽ പോലെയാണ്. ഇവിടെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, CPMന് ഒരു ഉറുപ്പിക ഇത്തരം കാര്യം ചെയ്തിട്ട് ഉണ്ടാക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഞങ്ങളുടെ കൂടെ ലക്ഷക്കണക്കിന് ജനങ്ങളുണ്ട്. ഞങ്ങൾ ചോദിച്ചാൽ കോടികൾ തരാൻ. അങ്ങനെ ഒരു പിരിവ് സംവിധാനമായിരുന്നില്ലേ കുറച്ചുകൂടി അതിലൊരു സുതാര്യത ഉണ്ടാകാൻ ഏറ്റവും നല്ല രീതി അതായിരുന്നില്ലേ? ആ തരത്തിൽ പിരിക്കുകയായിരുന്നില്ലേ? ഇതൊരു പാർട്ടി പരിപാടിയാണല്ലോ. ആഗ്രഹം ഉണ്ടാവും, സ്മൃതിക്ക് ആഗ്രഹം ഉണ്ടാവും. പക്ഷേ അല്ല, പാർട്ടി അതാണ് പറഞ്ഞത്. ഇതിൽ നിങ്ങൾ തിരുത്തേണ്ട കണ്ടൻഷൻ ഇതൊരു പാർട്ടി പരിപാടിയല്ല. AKG പഠന ഗവേഷണ കേന്ദ്രം എന്ന് പറയുന്നത് അത് ഈ കേരളത്തിലുള്ള ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് എല്ലാം തന്നെ പഠനം നടത്തുന്ന, നിങ്ങൾ ഈ പറയുന്ന കാര്യം പ്രതിപക്ഷത്തെ ബോധ്യപ്പെടുത്താൻ എന്തുകൊണ്ട് കഴിയുന്നില്ല ശ്രീ M പ്രകാശൻ? എന്തുകൊണ്ടാണ് പ്രതിപക്ഷത്തെ സഹകരിപ്പിക്കാൻ കഴിയാത്തത്? അത് നിങ്ങളുടെ പരാജയമല്ലേ? അതൊരു വെറും CPM പരിപാടിയായി മാറുന്നത് നിങ്ങളുടെ പരാജയമല്ലേ? അതാ സ്മൃതിക്ക് അല്ല, സ്മൃതി മനസ്സിലാക്കേണ്ടത് ഈ നിങ്ങളൊക്കെ പ്രതിപക്ഷത്തിന്റെ ഭാഗമാണല്ലോ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രതിപക്ഷത്തിന്റെ മൗലികമായ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന നല്ല കേരളത്തിലെ പ്രതിപക്ഷം ഒരു ശരി ചെയ്താലും ശരിയല്ല, ഒരു തങ്ങളുടെ ഭാഗത്തുള്ള തെറ്റുകൾ അംഗീകരിക്കാൻ അവർ സന്നദ്ധമല്ല. ഞാൻ ചോദിക്കുന്നത് 8 കൊല്ലമായിട്ട് LDFന്റെ ഗവൺമെന്റ് തെറ്റ് മാത്രം ചെയ്യില്ലല്ലോ. ആ LDFന്റെ ഇന്ന പരിപാടി ശരിയാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരൊറ്റ കാര്യം സ്മൃതി പറഞ്ഞിട്ടെ? പറയില്ല. അവര് ഒരിക്കലുമല്ല. ഉണ്ടല്ലോ ഞാൻ പറയാം സ്മൃതിക്ക് ഓർമ്മയുണ്ടാവില്ല. വിഴിഞ്ഞ പദ്ധതി ഞങ്ങൾ പിന്തുണച്ചതാണ്. NH ഞങ്ങൾ പിന്തുണച്ചതാണ്.
പൈപ്പ് ലൈൻ പദ്ധതി ഞങ്ങൾ പിന്തുണച്ചതാണ്. ഞങ്ങൾ അന്ധമായിട്ട് തരം കാര്യങ്ങൾ കാണുന്ന ആളല്ല. കാരണം ഞങ്ങൾക്കറിയാം രാഷ്ട്രീയത്തെക്കാൾ വലുതാണ് ഈ നാടിന്റെ വികസനം. രാഷ്ട്രീയ പാർട്ടികൾ വരും പോകും. ഈ നാടിന്റെ വികസനം ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അത് നടക്കണമെന്ന് എല്ലാ കാലത്തും വിഴിഞ്ഞം പദ്ധതിയിൽ ഏത് ഘട്ടത്തിലാണ് സഹകരിക്കാനുള്ള തീരുമാനമുണ്ടായത്? വിഴിഞ്ഞം പദ്ധതിയുമായി ആദ്യഘട്ടത്തിൽ എന്താണ് ഉമ്മൻചാണ്ടിക്കെതിരെ ആരോപണം ഉന്നയിച്ചത്? 2010 ഞാൻ പറയാം സ്മൃതി, ആരോപണം നിങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട്. 2014 ജനുവരി മാസത്തിൽ ഞങ്ങളുടെ ഗവൺമെന്റ് വരുന്നത് ജൂലൈയിലാണല്ലോ. ഞാൻ പറയുന്നത് കേൾക്കുന്നത് നിങ്ങൾ എന്റെ വായിൽ കയറിയിട്ട് നിങ്ങൾ വാദം സ്ഥാപിക്കാൻ വർത്തമാനം പറയല്ല. 2016 ജൂലൈയിലാണല്ലോ ഞങ്ങൾ അധികാരത്തിൽ വരുന്നത്. 2016 ജനുവരി മാസത്തിൽ ഇന്നത്തെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ, അതുപോലെ തന്നെ നേരത്തെ ധനകാര്യമന്ത്രിയായിരുന്ന ഡോക്ടർ തോമസ് ഐസക്, അന്നത്തെ CPM സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, അവർ നടത്തിയൊരു പത്രസമ്മേളനം കൂടി തിരുവനന്തപുരത്ത് അവർ പറഞ്ഞിട്ടുണ്ട്, വിഴിഞ്ഞം പദ്ധതി അന്യായമായിട്ടാണ് അത് ടെൻഡർ കൊടുത്തിരിക്കുന്നത്, കേരളത്തിൽ വിൽക്കുന്നതിന് സമാനമാണ്. പക്ഷേ എങ്കിൽ പോലും ഞങ്ങളുടെ ഗവൺമെന്റ് വന്നാൽ ഞങ്ങൾ ആ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകും. എന്തുകൊണ്ടെന്നാൽ വിഴിഞ്ഞം പദ്ധതി കേരളത്തിന്റെ വികസനത്തെ അത്യന്താപേക്ഷിതമാണ്. നിങ്ങൾ രേഖ മറിച്ച് നോക്കൂ. ഞാൻ അതിന്റെ മാസമല്ല വെച്ചുകൊണ്ടാണല്ലോ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആളുകളെ ആക്രമിക്കണം എന്നുള്ളത് കൊണ്ട് എന്തും പറഞ്ഞേക്കരുത്. ഞങ്ങൾ ഈ രാഷ്ട്രീയ രംഗത്തെല്ലാം നിൽക്കുന്നവരാണല്ലോ. ഒരു ശരിയായ കാര്യത്തെയും ഞങ്ങൾ പിന്തുണക്കാതിരുന്നിട്ടില്ല. തെറ്റായ കാര്യം ചൂണ്ടിക്കാണിക്കും. ആ ചൂണ്ടിക്കാണി ഇപ്പോഴും കഴിയണം. പക്ഷെ ഇപ്പോഴെന്താ, ഇപ്പൊ തെറ്റാണോ ശരിയാണോ ചോദ്യമില്ല. അതിനൊരു തുടർച്ച വേണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. സ്മൃതി പെട്ടെന്ന് പറയും, വിഴിഞ്ഞം അഴിമതി ആരോപണം ഉന്നയിച്ചു ഇവര്. രണ്ടാമത് പ്രകാശൻ മാഷ് പറഞ്ഞ നാഷണൽ ഹൈവേ ഇപ്പൊ പണി പൂർത്തിയാവുന്ന പണി പൂർത്തിയാവുന്ന ഹൈവേ ഉണ്ടല്ലോ, 25 വർഷങ്ങൾക്ക് മുൻപ്. ഒരു മിനിറ്റ് മാഷെ പ്ലീസ്, മാഷ് സംസാരിക്കുമ്പോൾ ഞാൻ നിശബ്ദനായിരുന്നു. പ്ലീസ് ഒരു മിനിറ്റ് മാഷെ. ഈ ഹൈവേ ഉണ്ടല്ലോ, ഈ ഹൈവേ ഇപ്പോഴത്തെ എക്സ്പ്രസ് ഹൈവേ നിങ്ങൾ അനുവദിച്ചിരുന്നെങ്കിൽ ഒരു മിനിറ്റ് ഇതുപോലെ ഹൈവേ 1/4 നൂറ്റാണ്ട് മുൻപ് ഈ കേരളത്തിൽ ഉണ്ടാവുമായിരുന്നു. മാഷ നിങ്ങൾ എതിർത്ത് തോൽപ്പിച്ചോരാ. ജിമ്മ് ഇവിടെ നടത്തിയല്ലോ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വ്യവസായ വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ. നിങ്ങൾ എന്താ ചെയ്തത്? ഇവിടെ വന്നിറങ്ങിയ അതിഥികൾ കണ്ടത് എറണാകുളത്തും നിങ്ങൾ ഉയർത്തിയ ചെങ്കൊടിയാണ്. എന്നാൽ ഈ വിമർശനങ്ങൾക്ക് എല്ലാം ഇടയിൽ നിങ്ങൾ അടുത്തയാഴ്ച സംഘടിപ്പിക്കാനിരിക്കുന്ന സമ്മിറ്റിലേക്ക് ഞങ്ങളുടെ നേതാക്കന്മാർ ഒന്നടങ്കം വരിക. ഞങ്ങൾ കാണിച്ചതുപോലത്തെ ഒരു മാതൃക നിങ്ങളുടെ ചരിത്രത്തിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഗെയിൽ പദ്ധതി നിങ്ങൾ എതിർത്തവരാണ്. ഈ പറയുന്ന കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം നിങ്ങൾ എതിർത്തവരാണ്. കൊച്ചി മെട്രോ നിങ്ങൾ എതിർത്തവരാണ്. ഇവിടുത്തെ IT വിപ്ലവങ്ങൾ നിങ്ങൾ എതിർത്തവരാണ്. നിങ്ങളുടെ എതിർപ്പിനെ മറികടന്നിട്ടല്ലാതെ ഇവിടെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ മൂർത്തമായ സാഹചര്യം വരണം. ആ മൂർത്തമായ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇവർ അധികാരത്തിൽ വരണം. അപ്പം ഇതൊക്കെ അനുവദിക്കും. ഞങ്ങൾ പ്രതിപക്ഷത്തിരുന്നാൽ ഇതൊന്നും സമ്മതിക്കില്ല എന്ന നിങ്ങളുടെ നിഷേധാത്മകമായ നിലപാട് ഞങ്ങൾ ഒരിക്കലും സ്വീകരിക്കാത്തത് കൊണ്ടാണ് ഈ കേരളത്തിലേക്ക് അടുത്ത ആഴ്ച നിങ്ങൾ നിക്ഷേപകരെ വിളിക്കുമ്പോൾ എന്തെന്ത് വിമർശനങ്ങൾ ഉണ്ടെങ്കിലും അവരെ കാണാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോടൊപ്പം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി വരുന്നത്. ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റിന് വർഷങ്ങൾക്ക് മുൻപ് ഈ നിക്ഷേപകർ ഇവിടെ വന്നപ്പോൾ അവരെ എതിരേറ്റത് നിങ്ങൾ ഉയർത്തിയ ചെങ്കൊടിയായിരുന്നു. ശശി തരൂരിന്റെ ലേഖനത്തിന്റെ അവസാന ഭാഗം അതും കൂടി പറയുന്നുണ്ട്. മാഷ് വായിച്ചാൽ മതി. അതല്ലാതിരുന്നത്. ശ്രീപ്രകാശൻ, അവസാനമായി 1 മിനിറ്റിൽ എത്ര വിമർശനമുണ്ടായാലും ഈ പണപ്പിരിവും നടക്കും, ഈ പരിപാടിയും ഈ രൂപത്തിൽ നടക്കും അല്ലേ? അല്ല, ഇതെല്ലാം തികച്ചും ന്യായവും ശരിയുമായ കാര്യമാണ്. ഇപ്പോഴിവർക്ക് ബുദ്ധി ഉദിച്ചെങ്കിൽ നല്ലത്. അതാ സാങ്ഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാളം മനസ്സിലാവുന്ന എനിക്കറിയാം. എന്നാൽ ഞാൻ വിചാരിക്കുന്നത് 1 പൈസ കൊടുത്തില്ലെങ്കിലും പെർമിസീവ് സാങ്ഷൻ അനുസരിച്ച് കൊടുക്കാതിരിക്കാം. 50,000 കൊടുക്കുന്നവർ കൊടുക്കാം. അപ്പൊ അത് നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാവുന്ന ഞാൻ വിചാരിക്കുന്നത്. പെർമിസീവ് സാങ്ഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? തദ്ദേശ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് അങ്ങനെ തീരുമാനിക്കുന്ന ആർക്കും അധികാരമില്ല. ഒരു പൈസയും കൊടുക്കാതെയും ഒക്കെ നിൽക്കാൻ പറ്റുമെന്ന് സാങ്കേതികമായി പറയാൻ ശ്രീ M പ്രകാശൻ, അത് നടക്കുമോ എന്നുള്ളതാണ് ചോദ്യം. അല്ല, 1 പൈസയും കൊടുക്കാതിരിക്കാൻ നിങ്ങളെ പോലെ ഈ പറയുന്ന ദോഷക തീർക്കല്ലോ ഈ കണ്ണൂർ ജില്ലയിലെ പഞ്ചായത്തുകൾ. അവർ ഈ കാര്യങ്ങളെല്ലാം നടക്കട്ടെ. പിന്നെ ഇപ്പോ അതാണ് നിങ്ങൾ മാറ്റേണ്ട ഒരു കാര്യം. നിങ്ങൾ ദോഷയ്ക്ക് തീർക്കുന്ന ഞാൻ ആദ്യം അവസാനം പറഞ്ഞത് അതുകൊണ്ടാണ്. ഇത് CPM പരിപാടിയല്ല എന്ന സത്യമെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവണം. കാരണം ഇത് കോൺഗ്രസ് അവിടുത്തെ പ്രതിപക്ഷത്തെങ്കിലും ഒന്ന് ബോധ്യപ്പെടുത്തൂ ശ്രീ M പ്രകാശൻ, ഒന്ന് ബോധ്യപ്പെടുത്തൂ. പ്രതിപക്ഷത്തെ ബോധ്യപ്പെടുത്താൻ കഴിയില്ല. കാരണം അവര് യഥാർത്ഥത്തിൽ കണ്ണടച്ചു നിൽക്കുന്നവരാണ്. ഉറങ്ങുന്നവരെ ഉറക്കുന്നവരാണ്. സംഘാടന സമിതിയിൽ CPIയുടെ ഒരു അംഗമെങ്കിലും പേരിനെങ്കിലും മുഴുവൻ ആളുകൾ പിന്നെന്താ
മുനിസിപ്പാലിറ്റിയിലെ പഞ്ചായത്തിന്റെ ആളുകൾ, പിന്നെ CPIന്റെ ആളുകളുണ്ട്, സംഘാടന സമിതിയിൽ അതുപോലെ ജില്ലാ പഞ്ചായത്തിലുണ്ട്, കോർപ്പറേഷനുണ്ട്, എല്ലാവരും ഉണ്ട് അതിനകത്ത്. സംഘാടക സമിതി എന്ന് പറഞ്ഞാൽ വളരെ വലിയ സമിതിയാണ്. നിങ്ങളെ പേര് വിളിച്ചതിൽ എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട് അതിനകത്ത്. അതിന് ഒരു സംശയം താങ്കൾ ഇപ്പൊ പറഞ്ഞ പ്രകാരമാണെങ്കിൽ കോൺഗ്രസിന്റെ MLA-യും ക്ഷണിച്ചു എന്നാണല്ലോ. പക്ഷെ കോൺഗ്രസ് പറയാണ് ക്ഷണിച്ചിട്ടില്ല എന്ന്, ലീഗ് പറയുന്നു ക്ഷണിച്ചിട്ടില്ല എന്ന്. അല്ല, ക്ഷണിച്ചു എന്ന് പറയുന്നത് ക്ഷണിച്ച ആളാണ്. ക്ഷണിച്ചു എന്ന് പറയുന്നത് സംഘാടക സമിതിക്കാരനാണ്. ക്ഷണിച്ചത് ഞങ്ങളാണല്ലോ. ക്ഷണിച്ചിട്ടില്ല എന്ന് അവർക്ക് എങ്ങനെ പറയാൻ കഴിയാം? വരുന്നില്ല, അതവർക്ക് പറയാം. ക്ഷണിച്ചത് ഞങ്ങളാണ്. അവിടെ ഞങ്ങൾ ക്ഷണിച്ചു എന്നുള്ള വസ്തുതയാണ്. ശരി, അതല്ലേ ഞാൻ പറഞ്ഞത്. ഇവരെല്ലാം ക്ഷണിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ നവകേരള സദസ് എന്ന് പറഞ്ഞാൽ കേരള ഗവൺമെന്റ് കേന്ദ്രം കാണിക്കുന്ന അവഗണനക്കെതിരെ നടത്തിയ ഒരു ഗവൺമെന്റ് പ്രോഗ്രാമാണ്. എല്ലാ പ്രതിപക്ഷ MLA-മാരെയും ക്ഷണിച്ചതാണ്. അവർ പങ്കെടുക്കാതിരുന്നതിന് പറഞ്ഞിട്ടെന്താ? അത് ഈ കേരളത്തിന്റെ ചരിത്രത്തിലെ ഇന്ത്യക്ക് തന്നെ മാതൃകയായിട്ടൊരു വലിയ പ്രവർത്തന പരിപാടിയാണ്. ഇതുവരെ എല്ലാ മന്ത്രിമാരും ജനങ്ങളിലേക്ക് ആകെ എത്തിയിട്ടുള്ള സംഭവം ഇന്ത്യയിലില്ല. അതുകൊണ്ടെന്താ ഒരു തെരഞ്ഞെടുപ്പ് കൊണ്ട് ആകെ പിന്നെ എല്ലാം തീരുവോ? അതുകൊണ്ട് ഈ അന്ത്യമെന്നൊന്നും ഞങ്ങൾ വിചാരിക്കുന്നില്ല. ഞങ്ങളെ ഈ പ്രവർത്തനം നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ എതിരായ പ്രചാരങ്ങളുടെ മധ്യത്തിലാണല്ലോ ഞങ്ങൾ നിങ്ങൾക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഇനിയും പോരാടും. ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അവസാന വിജയം സംശയം വേണ്ട. നിങ്ങൾക്ക് അല്ല, CPM വിരുദ്ധ മാധ്യമങ്ങൾ അങ്ങനെയുണ്ടല്ലോ. ഞങ്ങൾ ചെയ്യുന്ന തെറ്റുകളെല്ലാം ചെറിയ തെറ്റുകൾ പർവ്വതസമാനമാക്കുക, സമാന തെറ്റ് എതിരാളി ചെയ്തു കഴിഞ്ഞാൽ ആ തെറ്റേ അല്ലാതെ സ്ഥാപിക്കുക, ഞങ്ങളുടെ തെറ്റുകൾ മാത്രം ചർച്ച ചെയ്യുക, എതിരാളിയുടെ തെറ്റുകളുടെ കാലത്ത് അതിനോടുള്ള കണ്ണടക്കുക. ഈ നിലപാട് സ്വീകരിക്കുന്ന മാധ്യമങ്ങൾക്കേ അത് ബാധകമുള്ളൂ. ശരി, സമയം കഴിഞ്ഞുകൊണ്ടാണ് അടുത്ത ദിവസം അടുത്ത വിമർശനം തുടരാം. ശ്രീ M പ്രകാശൻ, വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന്. ശ്രീ M പ്രകാശ് മാഷ്, അഡ്വക്കേറ്റ് ഷിബു മീരാൻ, ഷാജി രാഘവൻ. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.